Good day to all of you. നമ്മുടെ സിയോട്സ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ. ഓൾ റൈറ്റ്, സോ വിൽ സ്റ്റാർട്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: എ സ്മോൾ ടോപ്പ് സ്റ്റാർട്ട്സ് മൂവിങ് ഫ്രം ദ പൊസിഷൻ ഓഫ് റെസ്റ്റ്. പൊസിഷൻ ഓഫ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ യു ഇസ് ഈക്വൽ ടു 0. യു ഇസ് ഈക്വൽ ടു 0 under a constant acceleration. A is a constant. Initial velocity 0, acceleration constant. If it travels a distance 10 meter in t seconds, distance traveled by the boy in the first 2t seconds. അപ്പോൾ distance traveled by the top ആണ് ശരിക്കും. distance traveled by the top. അതിനാണ്ട് കുഴപ്പമില്ല. distance traveled by the top ഈ സാധനമാണ്. So in the first 2t seconds. അപ്പോൾ ഇത് ആകെ എന്താണ്? Initial velocity 0, acceleration constant ആണെങ്കിൽ ratio of the distances traveled in equal time intervals is equal to 1:3:5 etc. ഇതാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആദ്യത്തെ ടി സെക്കൻഡ്സിലെ ഡിസ്റ്റൻസ് 10 മീറ്റർ ആണെങ്കിൽ അടുത്ത ടി സെക്കൻഡ്സിലെ ഡിസ്റ്റൻസ് 30 മീറ്റർ ആയിരിക്കും അല്ലേ. ഇവിടെ 1 ആണെങ്കിൽ ഇത് 3, സോ 30 മീറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ആദ്യത്തെ 2t സെക്കൻഡ്സ്, അപ്പോൾ ഇത് ആദ്യത്തെ ടി സെക്കൻഡ്സ്, ഇത് രണ്ടാമത്തെ ടി സെക്കൻഡ്സ്. അപ്പോൾ ടീയും ടീയും കൂടെ 2t. അപ്പോൾ 2t സെക്കൻഡ്സിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇസ് 40 മീറ്റർ. സോ ദാറ്റ് ഇസ് ഓൾ. സോ ആൻസർ ഇസ് 40 മീറ്റർ. ഓൾ റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ: എ കാർ ഇസ് ഗോയിങ് ഈസ്റ്റ്വേർഡ്. സോ നമുക്ക് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്ന് എഴുതാം. എ കാർ ഇസ് ഗോയിങ് ഈസ്റ്റ് വിത്ത് എ വെലോസിറ്റി 8 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇതാണ് വെലോസിറ്റി ഓഫ് ദ കാർ. വെക്ടറാണ്. വെലോസിറ്റി ഓഫ് ദ കാർ 8 മീറ്റർ പെർ സെക്കൻഡ്. സോ വെലോസിറ്റി ഓഫ് ദ കാർ 8 മീറ്റർ പെർ സെക്കൻഡ്. ടു ദ പാസഞ്ചേഴ്സ് ഇൻ ദ കാർ, a train appears to be moving in the same direction with a velocity 15. To the passengers in the car എന്ന് പറയുമ്പോൾ relative motion ആണ്. So velocity of train relative to car. കാറിലിരിക്കുന്ന ആൾക്ക് വിചാരം അയാൾ അനങ്ങണില്ല. So velocity of the train relative to car എന്ന് പറയുന്നതാണ് 15. ഓക്കെ. അപ്പോൾ രണ്ടുപേരും സെയിം ഡയറക്ഷൻ. ബേസിക് ഫോർമുല വെലോസിറ്റി ഓഫ് ട്രെയിൻ പ്ലസ് മൈനസ് വെലോസിറ്റി ഓഫ് കാർ. ഇവിടെ രണ്ടുപേരും സെയിം ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം ഡയറക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് ഈ വെലോസിറ്റി ഓഫ് ദ ട്രെയിൻ പ്ലസ് ആണെങ്കിൽ പ്ലസ് മൈനസ് വെലോസിറ്റി ഓഫ് കാർ ഓൾസോ ഇസ് പ്ലസ്. സോ വെലോസിറ്റി ഓഫ് ദ ട്രെയിൻ 15 ആണ്. പ്ലസ് മൈനസ് വെലോസിറ്റി ഓഫ് ദ കാർ 8. ഇതാണ് 15. സോ വാട്ട് ഈസ് ദി ആക്ച്വൽ? അപ്പോൾ ഇതാണ് വെലോസിറ്റി ഓഫ് ദ ട്രെയിൻ പ്ലസ് മൈനസ് വെലോസിറ്റി ഓഫ് ദ കാർ ആണ് തന്നിരിക്കുന്നത് 15. സോ ആക്ച്വൽ വെലോസിറ്റി ഓഫ് ദ ട്രെയിൻ എന്താണ്? വെലോസിറ്റി ഓഫ് ദ ട്രെയിൻ പ്ലസ് മൈനസ് 8 ആണ് 15. സോ വെലോസിറ്റി ഓഫ് ദ ട്രെയിൻ എന്ന് പറയുന്നത് 15 പ്ലസ് 8. ദാറ്റ് മീൻസ് 23 മീറ്റർ പെർ സെക്കൻഡ്. ആക്ച്വൽ വെലോസിറ്റി ഓഫ് ട്രെയിൻ കണ്ടുപിടിക്കണം. റിലേറ്റീവ് വെലോസിറ്റി തന്നിട്ടുണ്ട്. രണ്ടുപേരും ഒരേ ഡയറക്ഷനാണ്. അപ്പോൾ രണ്ടുപേരും പ്ലസ് ആണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് ട്രെയിൻ റിലേറ്റീവ് ടു കാർ എന്ന് പറയുന്നത് വി ട്രെയിൻ പ്ലസ് മൈനസ് വി കാർ. സോ വി ട്രെയിൻ പ്ലസ് മൈനസ് 8 ആണ് 15. അപ്പോൾ വി ട്രെയിൻ എന്ന് പറയുമ്പോൾ 23 മീറ്റർ പെർ സെക്കൻഡ്. ഓൾ റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ: an object moves at a constant velocity of 10 meter per second. അപ്പോൾ ഒരു ഡയറക്ഷനിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആണ് 10 meter per second. An external force acting for 4 seconds on the object. So time taken 4 seconds gives it a speed of 2 meter per second in the opposite direction. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇനി അടുത്ത 4 സെക്കൻഡ്സിൽ വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് പ്ലസ് ആയിട്ട് എടുത്താൽ മറ്റേത് മൈനസ് ആയിട്ട് എടുക്കണം. ആക്സലറേഷൻ എത്ര? ആക്സലറേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ദാറ്റ് ഈസ് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ -2 മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി +10
divided by time 4. So minus 12 divided by 4. Up answer minus 3 meter per second squared. Choice B. Alright. Adutha question. A scooter accelerates from rest for time t1 at a constant rate a1, then retards. അപ്പോൾ ഇത് നമ്മുടെ മെട്രോ ട്രെയിൻ പോലെയാണ്. തുടക്കത്തിൽ റെസ്റ്റിലാണ്, പിന്നെ ഒരു ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷൻ ആകുമ്പോൾ വെലോസിറ്റി കൂടി ഒരു പോയിൻ്റ്, ഒരു മാക്സിമം വെലോസിറ്റി ആകുമ്പോഴത്തേക്ക് പിന്നെ റിട്ടാർഡേഷൻ, എന്നിട്ട് പിന്നെ ഇറ്റ് കംസ് ടു റെസ്റ്റ്. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് കംസ് ടു റെസ്റ്റ്. അപ്പോൾ ഇത് ഗ്രാഫാണ് എളുപ്പം. സോ വി ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. So t is equal to 0. Scooter accelerates from rest, so velocity is 0. Then acceleration constant. So the graph is a straight line inclined to the x-axis. Tan theta 1 gives you acceleration. Slope of the velocity time graph gives you acceleration. Acceleration a1 for a time t1. Then retards at a constant rate t2. അപ്പോൾ റിട്ടാർഡേഷൻ വെലോസിറ്റി കുറയണു, പക്ഷേ യൂണിഫോംലി കോൺസ്റ്റൻറ്റ് റിട്ടാർഡേഷൻ. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ വരും. അപ്പോൾ ഈ ആംഗിൾ θ2 ആൻഡ് കംസ് ടു റെസ്റ്റ്. അപ്പോൾ തിരികെ വെലോസിറ്റി 0. ഈ ടൈം t2 ആണ്. സോ ഇതാണ് അവിടെ തന്നിരിക്കുന്ന ഗ്രാഫിൽ നിന്ന്. അപ്പോൾ ഈ പോയിന്റ് മാക്സിമം വെലോസിറ്റി ആണ്, വി മാക്സ്. ഓക്കെ, നമുക്ക് t1 t2 a1 a2 തമ്മിലുള്ള ബന്ധം വേണം. സോ ആദ്യത്തെ ട്രയാങ്കിളിൽ ഇപ്പോൾ OAB, ആദ്യത്തെ ട്രയാങ്കിളിൽ tan θ1 ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് v by t1. tan θ1 is slope of velocity time graph acceleration. So a1 is equal to v divided by t1, equation 1. ഇനി സെക്കൻഡ് പാർട്ട് ടൈം t2ൽ again tan θ2. Tan θ2 is giving you retardation. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് ആംഗിൾ എടുത്തു, അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് റിട്ടാർഡേഷൻ a2 is equal to പിന്നെയും ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സോ അതേ v ഡിവൈഡഡ് ബൈ t2, ഇക്വേഷൻ 2. ഇനി രണ്ടിടത്തും v ഇക്വേറ്റ് ചെയ്യാം. സോ ഇക്വേഷൻ 1ൽ നിന്ന് v എന്ന് പറയുന്നത് a1 t1, ഇക്വേഷൻ 2ൽ v എന്ന് പറയുന്നത് a2 t2. അപ്പോൾ ഇങ്ങനെ കിട്ടി a1 t1 is equal to a2 t2. നമുക്ക് വേണ്ടത് t1 divided by t2. So t1 divided by t2 will be a2 divided by a1. That's all. Simple question. a2 divided by a1. Choice E. This is the question. Alright. அடுத்த question. A juggler, അതിങ്ങനെ ബോൾ ഇങ്ങനെ എറിഞ്ഞിങ്ങനെ കാണൂല, അങ്ങനത്തെ. A juggler throws n balls per second in the upward direction. n balls in 1 second. So n balls എറിയാനുള്ള സമയം 1 സെക്കൻഡ്. അപ്പോൾ ഒരു ബോൾ എറിയാനുള്ള സമയം 1/n seconds. ഇതാണ് ടൈം ടേക്കൺ ടു ത്രോ 1 ball. ഇനി second ball is thrown when the first ball reaches the maximum height. സെക്കൻഡ് ബോൾ, അപ്പോൾ ഇവിടെ ഈ രണ്ടാമത്തെ ബോൾ എറിയണ അതേ നിമിഷം ആദ്യത്തെ ബോൾ ഓൾറെഡി മാക്സിമം ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞു. ദാറ്റ് മീൻസ് ഈ രണ്ടാമത്തെ ബോളും ആദ്യത്തെ ബോളും തമ്മിലുള്ള ടൈം ഇൻ്റർവൽ ഇസ് ദ ടൈം ടേക്കൺ ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ്. Isn't it? Time taken to reach the maximum height. So time taken to reach the maximum height ആണ് ഈ ഒരു ബോളിൻ്റെ ടൈം ഇൻ്റർവൽ. So time to reach the maximum height in terms of h is equal to ut plus half at squared. u0 മോളിൽ നിന്ന് താഴോട്ട് എടുക്കുമ്പോൾ അപ്പോൾ ഹാഫ് gt squared or t എന്ന് പറയുന്ന root of 2h by g. So t is root of 2h by g. Okay. അതേ ടി തന്നെയാണ് എന്താണ് ഒരു ബോളും മറ്റേ ബോളും ഇടവിട്ട് ആ ടൈം ഇൻ്റർവൽ എത്ര 1/n. സോ ടി ഇസ് 1/n. സോ 1/n ഇസ് റൂട്ട് ഓഫ് 2h by g. നമുക്ക് വേണ്ടത് h. അപ്പോൾ സ്ക്വയർ ബോത്ത് സൈഡ്സ് 1/n സ്ക്വയർഡ് ആണ് 2h by g. സോ h ഇസ് g മേളിപ്പോൾ 2 താഴെ വരും. അപ്പോൾ g ഡിവൈഡഡ് ബൈ 2n സ്ക്വയർഡ്. So the maximum height reached is g divided by 2n square. Choice E. Okay.
അടുത്ത ക്വസ്റ്റ്യൻ. A ball is dropped from a height h. Dropped എന്ന് പറയുമ്പോൾ u is equal to 0 and താഴോട്ടുള്ള ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ് is equal to g. Ball is dropped freely. ആദ്യത്തെ h/2 seconds. സോ ഇവിടെ u 0 ആണ്. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് എസ് എന്ന് പറയുന്നത് h/2 സെക്കൻഡ്സിൻ്റെ ടൈം ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ടൈം t1 ആണ്. പിന്നെ അടുത്ത h/2 സെക്കൻഡ്സിൻ്റെ ടൈം t2 ആണ്. അപ്പോൾ ഇത് ഏത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്? ഇഫ് u is 0 and a is a constant, the ratio of the time taken to cover equal displacements u 0യും a കോൺസ്റ്റൻറ്റും ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൻ്റെ ടൈം അടുത്ത അതേ ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ടൈം, അങ്ങനെ മൂന്നാമത്തെ അതേ ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ടൈം is in the ratio t1 is to t2 is to t3 etc. is in the ratio. ആദ്യത്തെ 1 ആണെങ്കിൽ രണ്ടാമത്തെ √2 - 1, മൂന്നാമത്തത് √3 - √2, നാലാമത്തത് √4 - √3, അങ്ങനെ പോകും. ഇത് നമുക്ക് ഈസിലി പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം u 0 h എന്ന് പറയുന്നത് ആദ്യത്തെ h/2 എന്ന് പറയുന്നത് ½ gt², രണ്ടാമത് മോളിൽ നിന്ന് എടുക്കണം. കാരണം u 0 മോളിൽ നിന്ന് h/2 + h/2 is ½ g t2². ഓക്കെ, അപ്പോൾ ½ t ആ ടോട്ടൽ ടൈം t1 + t2 the whole square, അതിൽ നിന്ന് t2 സോൾവ് ചെയ്തെടുക്കണതാണ്. ഇത് തിയറി പഠിക്കുമ്പോൾ പഠിക്കുന്നത്. സോ കണ്ടീഷൻ എന്താണ്? u 0 a constant, ratio of the times taken to cover equal displacements is given by 1. ചില ബുക്കിൽ √1 എന്ന് കാണും. √1 is the same as 1. √1 is to √2 - √1. That's the same as √2 - 1 is to √3 - √2 is to √4 - √3 etc. സ്റ്റാൻഡേർഡ് റിസൾട്ട്സ്. അപ്പോൾ ഇവിടെ എന്താണ്? ആദ്യത്തെ h/2ൻ്റെ ടൈം ഇത് t1 ആണെങ്കിൽ രണ്ടാമത് √2 - 1 × 1 എന്നല്ലേ അർത്ഥം. അപ്പോൾ രണ്ടാമത്തെ ടൈം എന്താ വരും? ആദ്യത്തെ ടൈം t1 ആണെങ്കിൽ രണ്ടാമത്തെ ടൈം √2 - 1 ഓഫ് ആദ്യത്തെ ടൈം. അപ്പോൾ √2 - 1 ഓഫ് t1. ദാറ്റ് മീൻസ് രണ്ടാമത്തെ ടൈം എന്ന് പറയുന്നത് √2 - 1 ഓഫ് t1. ഇത് 1 ആണെങ്കിൽ രണ്ടാമത്തെ ടൈം √2 - 1. അപ്പോൾ ഇത് t1 ആണെങ്കിൽ രണ്ടാമത്തെ ടൈം √2 - 1 × t1. മൂന്നാമത്തെ ടൈം √3 - √2 × t1. നാലാമത്തെ ടൈം √4 - √3 × t1. അങ്ങനെ പോകും. So answer choice B. Choice B. അടുത്ത question. A particle is moving in a straight line such that the relation between position x and time t is given by t എന്ന് പറയുന്നത് √x + 4. √x + 4. എന്നിട്ട് നമുക്ക് സ്പീഡ് കാണാം, v കാണണം. v എന്ന് പറയുമ്പോൾ dx/dt ആ നിമിഷം t is equal to 4 seconds. അപ്പോൾ x കണ്ടിട്ട് പിന്നെ v കാണാം. ബാക്കി മാത്സ് ആണ്. സോ t is √x + 4. അപ്പോൾ √x എന്ന് പറയുമ്പോൾ t - 4 അല്ലേ? സോ x എന്ന് പറയുമ്പോൾ t - 4 the whole square. സോ x is equal to a - b the whole square. ഇത് വെച്ചും ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ഇഷ്ടം പോലെ ചെയ്യാം. സോ x is equal to a squared - 2ab + b squared, t squared - 8t + 16. So v is dx/dt is equal to 2t - 8 അല്ലേ? 16 0 constant. So നമുക്ക് വേണ്ടത് t is equal to 4 seconds. So t is equal to 4 seconds v എന്താ വരും? 2 × 4 8 - 8 0. So velocity becomes 0. ഇത് വെച്ച് തന്നെ ഈ ബ്രാക്കറ്റ് തുറക്കാതെ തന്നെ ഡിഫറൻഷ്യൽസ് എടുക്കാം. നിങ്ങൾ മാത്സുകാരാണല്ലോ. 2 × t - 4 വരും. അതിൽ നിന്ന് t is equal to 4 ആകുമ്പോൾ v is equal to 0. ക്ലിയർ? സോ എക്സ് കിട്ടിയിട്ട് ദെൻ ഫൈൻഡ് dx/dt because it is instantaneous speed. Speed at the instant t is equal to 4 seconds. Answer 0. അടുത്ത question. The position coordinates of a particle moving in three-dimensional coordinate system is x is equal to a cos omega t,
y is equal to a sin omega t, z is equal to a omega t, v. So v എന്ന് പറയുമ്പോൾ എക്സ് വൈ ഇസഡ് ഉണ്ട്. അപ്പോൾ വി എക്സ് വി വൈ വി ഇസഡ് എടുക്കണം. വി എക്സ് ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി, വിച്ച് ഇസ് differentiation of cos omega t minus omega sin omega t. So minus a omega sin omega t. Vy will be differentiation of sin omega t, a omega cos omega t, and vz is differentiation of a omega t, that is a omega. And you want to find v. So v squared is equal to vx squared plus vy squared plus vz squared. So that is minus a omega sin omega t square ചെയ്യുമ്പോൾ മൈനസ് പോയി a squared omega squared sin squared omega t plus a squared omega squared cos squared omega t plus a squared omega squared. So v will be ഇവിടെ a squared omega squared sin squared omega t plus a squared omega squared cos squared omega t എന്ന് പറയുമ്പോൾ a squared omega squared into sin squared omega t plus cos squared omega t, that is e term sin squared omega t plus cos squared omega t 1 ആണ്. So you get a squared omega squared. അപ്പോൾ ഇത് രണ്ടും പകരം ഇതായി. ഇനി ഒരു a squared omega squared കൂടെ ഉണ്ട്, which means 2a squared omega squared. അപ്പോൾ ഇത് v squared ആണ് അല്ലേ. അപ്പോൾ v will be അതിൻ്റെ റൂട്ട്. അപ്പോൾ a ഒമേഗയും പിന്നെ അതിൻ്റെ റൂട്ട്. So it is root 2a omega, choice C. root 2a omega, choice C. Simple differentiation, x ഉം y ഉം z ഉം. So vx squared plus vy squared plus vz squared എടുക്കും. എന്നിട്ട് v കാണും. That's all. അടുത്ത question. A passenger train of length 60 meter travels at a speed of 80 km per hour. അപ്പോൾ ഈ ട്രെയിനിൻ്റെ നീളം L1 60 മീറ്റർ ആണ്. അതിൻ്റെ സ്പീഡ് v1, ഇറ്റ് സ്പീഡ് ഇസ് 80 km per hour. വേറൊരു ഫ്രൈറ്റ് ട്രെയിൻ, വേറൊരു ഗുഡ്സ് ട്രെയിൻ ലെങ്ത് 120 മീറ്റർ. അപ്പോൾ രണ്ടാമത്തെ ആളുടെ ലെങ്ത് 120 മീറ്റർ. ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ് 30 km per hour. അയാളുടെ സ്പീഡ് 30 km per hour. Ratio of times taken by the passenger train to completely cross the freight train. That means രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യണം. 2 cases ആണ്. ഒന്ന്, they are moving in the same direction. അപ്പോൾ രണ്ടുപേരും സെയിം ഡയറക്ഷൻ. ഇത് പോയിന്റ് മാസ് അല്ല, നീളമുള്ള പാർട്ടിക്കിൾ. സോ സെയിം ഡയറക്ഷൻ. അപ്പോൾ എന്താണ്, ഇത് ഒരാൾ L1, മറ്റേ ആൾ L2. അപ്പോൾ കംപ്ലീറ്റ്ലി ഇതിപ്പോൾ AB CD. അപ്പോൾ സെയിം ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരാൾ റെസ്റ്റിൽ കൊണ്ടുവന്നിട്ട് മറ്റേ ആളെ മൂവ് ചെയ്യിപ്പിക്കണം അല്ലേ. ഇറ്റ്സ് എനി വൺ അറ്റ് റെസ്റ്റ്. സോ സപ്പോസ് എ ഇസ് അറ്റ് റെസ്റ്റ്. സോ ഇറ്റ് ഈസ് ദ മോഷൻ ഓഫ് CD റിലേറ്റീവ് ടു AB. ഏതെങ്കിലും ഒരാളെ റെസ്റ്റിൽ കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ AB റെസ്റ്റിലാണ്. അപ്പോൾ AB റെസ്റ്റിൽ തന്നെ ഇരിക്കും. എന്നിട്ട് കംപ്ലീറ്റ്ലി ക്രോസ് ചെയ്യണമെങ്കിൽ എന്താ പറ്റും, AB ഇവിടെ തന്നെ ഇരിക്കും. ഇവിടെ C ഇവിടെ ആയിരുന്നു, C അവസാനം ഇവിടെ വരും അല്ലേ. കംപ്ലീറ്റ് ക്രോസ് C ഇവിടെ വരും, ഇതല്ലേ C ഇവിടെ വരും, D ഇവിടെ വരും. അപ്പോൾ കംപ്ലീറ്റ്ലി ക്രോസ് ഇവിടം തൊട്ട് ഇവിടം വരെ എത്തുമ്പോഴേ കംപ്ലീറ്റ്ലി ക്രോസ് ആവും. എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളുടെ നീളം L1 മറ്റേ ആളുടെ നീളം L2 ആയിരുന്നു. അപ്പോൾ കംപ്ലീറ്റ്ലി ക്രോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് B ആണ്. സോ ഈ C ഇവിടെ വരും, D ഇവിടെ വരും. അപ്പോൾ ഇത് L1, ഇത് L2. ദാറ്റ് മീൻ ദ ഡിസ്റ്റൻസ് ട്രാവൽ, റിലേറ്റീവ് മോഷൻ എടുക്കുമ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽ L1 + L2. ഇനി ഒരേ ഡയറക്ഷൻ ആകുമ്പോഴത്തേക്ക് റിലേറ്റീവ് വെലോസിറ്റി തമ്മിൽ കുറയ്ക്കണം. സോ റിലേറ്റീവ് വെലോസിറ്റി ഒരാൾ 60, മറ്റേ ആൾ 80. സോ 80 - 60, 20 km per hour. Isn't it? ഇതാണ് ടൈം when they are moving in the same direction. അപ്പോൾ ഡിസ്റ്റൻസ് is equal to velocity into time. So time എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി 20. That means L1 + L2. L1 + L2 is 60 plus 120. 180 divided by 20. Okay.
ഞാൻ യൂണിറ്റ് കൺവേർട്ടൊക്കെ ചെയ്യാത്തത് റേഷ്യോ എടുക്കാൻ പോകുന്നുണ്ട്. 180 മീറ്റർ ഡിവൈഡഡ് ബൈ 20 km/h. ഇത് T1. അതുപോലെ T2 രണ്ടാമത്തെ മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോഴോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ സെയിം. ഇത് ഒറ്റ സ്റ്റെപ്പ് എഴുതാം, ഡൗട്ട് ഉള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഒരു ട്രെയിൻ ഇങ്ങനെ പോണു CB, മറ്റേ ട്രെയിൻ കംപ്ലീറ്റ്ലി ക്രോസ് ചെയ്യാണ്, അപ്പോൾ CD. അപ്പോൾ ഇയാൾ കംപ്ലീറ്റ്ലി ക്രോസ് ചെയ്യണമെന്ന് പറയുമ്പോൾ എന്താ പറ്റും? ഈ D ഇവിടം വരെ വന്നാലേ ക്രോസ് ചെയ്യും. അപ്പോൾ അത് ഇറ്റ് ബിക്കംസ് ഇങ്ങനെ എടുത്താൽ D ഇവിടെ വരണം, C' ഇവിടെ വരണം. So that means again what is the length? L1 and ഈ ദൂരം L2. So once more distances L1 plus L2 തന്നെയാണ്. ഇനി രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി തമ്മിൽ ആഡ് ചെയ്യണം. സോ ദാറ്റ് മീൻസ് 80 plus 30 110. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ T2 is LR by 110. അപ്പോൾ രണ്ടും 180 by 110 സെക്കൻഡ് കേസ്. സോ T1 by T2 എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും റിലേറ്റീവ് ഡിസ്റ്റൻസ് സെയിം ആണ്. സോ ഇറ്റ് ഈസ് സിംപ്ലി ദ വെലോസിറ്റീസ്. അപ്പോൾ T1ൻ്റെ അടിയിൽ 20 വരും, T2ൻ്റെ അടിയിൽ 110 എന്ന് പറയുമ്പോൾ അത് മുകളിൽ പോകും. സോ ആൻസർ 11 by എന്തോ തെറ്റിച്ച് T1 180 120 പാസ് ലെങ്ത് 60. ലെങ്ത് എന്തായാലും നോക്കണ്ട, സ്പീഡ് മാത്രം. ആദ്യത്തെ ആൾ 80. ഓ ദ മിസ്റ്റേക്ക് ഐ മെയ്ഡ് ഇസ് ആദ്യത്തെ ആളുടെ സ്പീഡ് എത്ര? 80 km/h. ഓക്കെ, ഐ റിപ്പീറ്റ് ദ ഹോൾ തിങ് വൺസ് മോർ. ഒരിക്കലും കൂടെ. സോ സെയിം തിങ് വൺസ് മോർ റിപ്പീറ്റ് ചെയ്യാം. സോ പാസഞ്ചർ ട്രെയിനിൻ്റെ ലെങ്ത് 60 മീറ്റർ, ഐ കോൾ ഇറ്റ് L1. അയാളുടെ സ്പീഡ് 80 km/h. രണ്ടാമത്തെ ആൾ ലെങ്ത് 120 മീറ്റർ, അയാളുടെ സ്പീഡ് 30 km/h. റേഷ്യോ ഓഫ് ദ ടൈംസ് ടേക്കൺ, ഒരാൾ മറ്റേ ആളെ ക്രോസ് ചെയ്യാൻ 1, രണ്ടുപേരും സെയിം ഡയറക്ഷൻ, 2 ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ സെയിം ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടായാലും റിലേറ്റീവ് മോഷൻ എടുക്കും. അപ്പോൾ ഇത് ആദ്യത്തെ ആൾ AB. അപ്പോൾ കംപ്ലീറ്റ്ലി ക്രോസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇത് രണ്ടാമത്തെ ആൾ ലെങ്ത് CD. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ക്രോസിങ് മീൻസ് AB ഇവിടെ തന്നെയാണ്, CD കംപ്ലീറ്റ്ലി ക്രോസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ ഇവിടെ നിൽക്കുന്ന C ഇവിടെ വരണം. സോ ഇവിടെ വരും. ദാറ്റ് മീൻസ് ദ റിലേറ്റീവ് ഡിസ്റ്റൻസ് ഇസ് ഗോയിങ് ടു ബി L1 plus L2. സെയിം ഡയറക്ഷൻ ആകുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി തമ്മിൽ കുറയ്ക്കണം. അപ്പോൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ ദ സ്പീഡ്സ് ആർ 80 and 30. സോ 80 minus 30 50. ഇതാണ് സെയിം ഡയറക്ഷൻ. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഒരാൾ ഇങ്ങോട്ട് പോകണം, മറ്റേ ആൾ വേറെ ലെങ്താണ് ഇങ്ങോട്ട് പോകണം. അഗൈൻ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്യണമെങ്കിൽ AB ഇവിടെ, CD ഇവിടെ. അപ്പോൾ ഇത് ഫുള്ളി ABനെ ക്രോസ് ചെയ്യണമെങ്കിൽ D ഇവിടെ വരണം, C ഇവിടെ വരണം. വൺസ് മോ ഇവിടം തൊട്ട് ഇവിടെയല്ലേ നിൽക്കണം, ഇവിടം തൊട്ട് ഇവിടം വരെ. സോ അഗൈൻ ഡിസ്റ്റൻസ് ഇസ് ഗോയിങ് ടു ബി L1 plus L2 തന്നെ. പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി തമ്മിൽ കൂട്ടണം. 80 plus 30 110. ടൈം ഇസ് ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഡിസ്റ്റൻസ് രണ്ട് സെയിം ആണ്, അപ്പോൾ പ്രൊപ്പോർഷണൽ ടു 1 by വെലോസിറ്റി. അപ്പോൾ T1 by T2 എന്ന് പറയുമ്പോൾ ആദ്യത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് 50 താഴെ വരും, രണ്ടാമത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 110 മുകളിൽ പോവും. സോ ആൻസർ ഇസ് 11 divided by 5. റേഷ്യോ ആണ്, അപ്പോൾ യൂണിറ്റ് ഇല്ല. ആൻസർ 11 by 5. ഓൾ റൈറ്റ്, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. A particle is moving with a velocity K, ഞാൻ ബ്രാക്കറ്റ് തുറക്കാൻ പോണു, KYI plus KX
ജെ എന്ന് പറഞ്ഞ വെക്ടറാണ്. സോ എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി കെ വൈ ആൻഡ് വൈ ഡയറക്ഷനിലെ വെലോസിറ്റി ജെ ആണല്ലോ, കെ എക്സ്. വെലോസിറ്റി ഡി എക്സ് ബൈ ഡി ടി. സോ ഡി എക്സ് ബൈ ഡി ടി ഇതാണ് കെ വൈ. വി വൈ ഡി വൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു കെ എക്സ്. ഓൾറൈറ്റ്, എനിക്ക് ഇക്വേഷൻ കണക്റ്റിംഗ് വൈ ആൻഡ് എക്സ് ആണ് വേണ്ടത്. അപ്പോൾ ഈ ആദ്യത്തെ ഡി എക്സ് ബൈ ഡി ടി ഞാൻ ഇക്വേഷൻ 1 എന്ന് വിളിക്കാം, ഡി വൈ ബൈ ഡി ടിനെ ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. ഓൾറൈറ്റ്, ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്താൽ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2, അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി വൈ ബൈ ഡി ടി. റൈറ്റ് സൈഡ് രണ്ട് കെയും ക്യാൻസൽ ആവും, y divided by x. So you get dx divided by dy is equal to y by x. കാരണം എക്സും വൈയും തമ്മിലുള്ള ബന്ധം മാത്രമേ ആൻസേഴ്സ് ഉള്ളൂ, അതുകൊണ്ട്. ഇനി വാട്ട്സ് എ നെക്സ്റ്റ് സ്റ്റെപ്പ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു വൈ ഡി വൈ. ഇൻറ്റിഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. എക്സ് സ്ക്വയർഡ് ബൈ 2 ആണ്, y squared by 2 plus a constant. Indefinite integral ആണല്ലോ. Multiply throughout by 2, x squared is equal to y squared plus constant. x squared is equal to y squared plus constant എന്ന് പറഞ്ഞാൽ y squared is equal to x squared plus വേറൊരു കോൺസ്റ്റൻറ്റ് അല്ലേ. ഈ മൈനസ് കോൺസ്റ്റൻറ്റ് is another constant. So ഇവിടെ തന്നിരിക്കണം therefore y squared is equal to x squared plus another constant, വേറൊരു കോൺസ്റ്റൻറ്റ്. So choice B. Alright, വി എക്സും വി വൈയും പിന്നെ ടൈം ഒന്നുമില്ല, ഒൺലി വൈ ആൻഡ് എക്സ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, 6 പാർട്ടിക്കിൾസ് ഒരു റെഗുലർ ഹെക്സഗൺ. ദിസ് ഈസ് ദ ഹെക്സഗൺ. ഹെക്സഗണിൻ്റെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ സൈഡ് എ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും എ ആണ് എന്ന് മാത്രമല്ല, സെൻറ്ററിൽ നിന്നുള്ള ദൂരം ഞാൻ എടുത്താൽ അവിടെ 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആണ്. സോ ഈ ഇത് മാത്രമല്ല, ദിസ് വിൽ ബി 60 ഡിഗ്രി, ദിസ് ഓൾസോ വിൽ ബി 60 ഡിഗ്രി. അങ്ങനെ എല്ലാ എഡ്ജസിലും അങ്ങനെയാണ്. സോ ദർ ആർ 6 പാർട്ടിക്കിൾസ്, 6 കോർണേഴ്സ് ഉണ്ട്, 6 പാർട്ടിക്കിൾസ്, ദർ ഓൾ മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ, സ്പീഡ് വി ആണ്. സോ ഏതെങ്കിലും ഒരു കോർണർ വെച്ച് എടുക്കാം. ഇപ്പോൾ ഇങ്ങനെയാണ് മൂവ് ചെയ്യണമെന്ന് വെച്ചോളൂ, ഇങ്ങനെ 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 മൂവ് ചെയ്യണം. അപ്പോൾ എവിടെയാണ് മീറ്റ് ചെയ്യണത്, എപ്പോൾ മീറ്റ് ചെയ്യണം, ടൈം. സോ ഇപ്പോൾ ഇവിടെ ഇതിങ്ങനെ മൂവ് ചെയ്യണമല്ലോ, അപ്പോൾ ഈ കോർണർ എടുത്താൽ ഏത് വേണമെങ്കിലും എടുത്ത് ചെയ്യാം. സോ ഈ കോർണർ ഞാൻ ഈ ഭാഗം, ദാറ്റ് ഈസ് എ ബി സി, ആ പാർട്ടാണ് കാണിക്കുന്നത്. ഇതാണ് സെൻറ്റർ. ഓക്കെ, ദിസ് ഹോൾ. സോ ഒരു ഇൻസ്റ്റൻറ്റിൽ ഇവിടുത്തെ പാർട്ടിക്കിൾ ഇങ്ങോട്ട് പോകണം. ഈ ഫിഗർ നോക്കിക്കോളൂ, ഇത് സെൻറ്റർ, ആംഗിൾ 60 ഡിഗ്രി, ഇത് വി ആണ്. അപ്പോൾ ഈ വിനെ ഐ എം ഡിവൈഡിങ് ഇൻ ടു റിസോൾവിങ് ഇൻ ടു 2 കമ്പോണൻറ്റ്സ്, 1 ടുവേർഡ്സ് എ സെൻറ്റർ ആൻഡ് 1 പെർപെൻഡിക്കുലർ ടു ഇറ്റ്. അപ്പോൾ ഇത് ടുവേർഡ്സ് എ സെൻറ്റർ, വി കോസ് 60, മറ്റേത് വി സൈൻ 60. സോ ദിസ് ഈസ് സ്പ്ലിറ്റ് അപ്പ് ഇൻ ടു 2 കമ്പോണൻറ്റ്, വി സൈൻ 60. അങ്ങനെ അങ്ങനെ പോകും. അപ്പോൾ ഓരോ പാർട്ടിക്കിളും ഇപ്പോൾ ദിസ് ഈസ് ദ പോയിന്റ് ബി, അതിൻ്റെ ഇതാണ് വി കോസ് 60. അതുപോലെ ഈ പാർട്ടിക്കിളിൻ്റെയും ഇങ്ങോട്ടുള്ള വെലോസിറ്റി ഉള്ളത് അതിനെ ഇങ്ങോട്ട് എടുക്കും, ഈ പാർട്ടിക്കിൾ ഇങ്ങോട്ടുള്ള വെലോസിറ്റി എടുത്ത് ഇങ്ങോട്ട് എടുക്കും. ഓക്കെ, സോ ഈച്ച് പാർട്ടിക്കിൾ ഇസ് ട്രാവലിംഗ് ടുവേർഡ്സ് എ സെൻറ്റർ വിത്ത് എ വെലോസിറ്റി വി കോസ് 60. ദ കമ്പോണൻറ്റ് പെർപെൻഡിക്കുലർ ടു ഇറ്റ് എന്തായാലും സെൻറ്ററിലോട്ട് പോവില്ല, അപ്പോൾ അതിനെ നോക്കണ്ട. സോ ദാറ്റ് മീൻസ് ഈച്ച് പാർട്ടിക്കിളിൻ്റെ velocity towards the center, constant velocity towards the center, yes, v cos 60. ഇനി അവിടെ എത്താൻ എത്ര സമയം എടുക്കും? v cos 60 എന്ന് പറയുമ്പോൾ v/2. ഏത് കോർണറിൽ നിന്നും എനി എഡ്ജ് ടു ദ സെൻറ്റർ, ദാറ്റ് ഇസ് B2oയോ C2oയോ ഏതെടുത്താലും ഡിസ്റ്റൻസ് ദാറ്റ് പാർട്ടിക്കിൾ ഹാസ് ടു ട്രാവൽ ഇസ് ദ സൈഡ് ഓഫ് ദ ഹെക്സഗൺ E. അപ്പോൾ ടൈം എത്ര എടുത്തു? ടൈം എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ velocity. So A divided by V/2. So it becomes
2a by, that's the answer. Just choice 1. Alright? ഇതേപോലെ സ്ക്വയറിനും വരാം ട്രയാങ്കിളിനും വരാം. Different answers of course. So idea same ആണ്. ഒരു കോർണർ എടുത്തിട്ട് split it up into two components, one towards the center, one perpendicular to that direction. Perpendicular will be going away from the center. അപ്പോൾ towards the center എടുത്തിട്ട് ആ സെൻറ്ററിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്ര, സ്പീഡ് എത്ര, ടൈം ടേക്കൺ ഇസ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Velocity of a particle as a function of displacement is given by v is equal to bx raised to half root x എടുത്താലും മതി. അപ്പോൾ v, അപ്പോൾ ആക്സിലറേഷൻ, ആക്സിലറേഷൻ അല്ല ഡിസ്പ്ലേസ്മെൻറ്റ്. So that means v I must write as dx by dt is equal to bx raised to half. അപ്പോൾ എനിക്ക് x വേണം, സോ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പോകണം. സോ dx divided by x raised to half എന്ന് പറയുമ്പോൾ root x is equal to b dt. Integrate both sides. 1 by root x ന് ഇൻറ്റിഗ്രേഷൻ അറിയായിരിക്കും, ഞാൻ ഒന്ന് കാണിക്കണമെന്നേ ഉള്ളൂ. സോ ഇൻറ്റിഗ്രേഷൻ ഓഫ് അറിയാമെന്നുള്ളൊരു നേരെ ആൻസർ എഴുതാം. റൂട്ട് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു ഹാഫ് ഡി എക്സ്, ദാറ്റ് ഈസ് എക്സ് റേസ് ടു മൈനസ് ഹാഫ് ഡി എക്സ്, എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ, എക്സ് റേസ് ടു മൈനസ് ഹാഫ് പ്ലസ് വൺ പ്ലസ് ഹാഫ് ഡിവൈഡഡ് ബൈ ഹാഫ് എന്ന് പറയുമ്പോൾ 2 മോളിപ്പോൾ. സ്ട്രേറ്റ് അവേ നിങ്ങൾക്ക് അറിയായിരിക്കും ഇൻറ്റിഗ്രേഷൻ റിസൾട്ട് 2 റൂട്ട് എക്സ്. അങ്ങനെയാണെങ്കിൽ നേരെ അത് എഴുതിയാൽ മതി. സോ ദിസ് ഇസ് 2x raised to half means 2 root x. 2 root x is b is a constant, integration of dt t. നമുക്ക് വേണ്ടത് x അല്ലേ, അപ്പോൾ സ്ക്വയർ ബോത്ത് സൈഡ്സ്. സ്ക്വയറിങ് 4x is equal to b squared t squared. So what is x? b squared t squared divided by 4. So choice 2. Alright. Next question. A particle is projected vertically upwards from the ground. Vertically up from the ground. Initial velocity u. Which of the following plots best describe momentum? Momentum is mass into velocity. Mass is a constant. Appa nokanda. Velocity madi. What is the variation of v with height? Appa endana? ഇവിടെ വെലോസിറ്റി മുകളിലോട്ട് പോകുമ്പോൾ വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. വിത്ത് ഹൈറ്റ് ബേസിക് ഫോർമുല ഫൈനൽ വെലോസിറ്റി ദ വി ഇസ് ദ വെലോസിറ്റി അറ്റ് എ ഹൈറ്റ് എച്ച് ആണെങ്കിൽ വി സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർഡ് പ്ലസ് മൈനസ് 2gh എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് കൂടുന്തോറും മുകളിലോട്ട് പോകുമ്പോൾ ഡിസ്റ്റൻസ് കൂടുന്തോറും വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. എന്തോ ഷേപ്പ് വി സ്ക്വയർഡും എച്ചും ആണ് ബന്ധം. സോ പാരബോള. സോ സ്ട്രേറ്റ് ലൈൻ അല്ല. സോ നമ്പർ 1 നമ്പർ 2 ഔട്ടാണ്. ഇനി നമ്പർ 3 ആണ്, പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്പർ 4 സെമി സർക്കിൾ ആണ്, അങ്ങനെയല്ല, പാരബോളിക് ഷേപ്പ്. സോ ഫിഗർ ദിസ് ഇസ് പ്ലോട്ടഡ് എച്ച് ആൻഡ് പി. പി എന്ന് പറഞ്ഞാൽ മാസിൻ്റെ വെലോസിറ്റി. യു ഓൺലി ലുക്ക് അറ്റ് വെലോസിറ്റി. ഓക്കെ, സോ ഹിയർ എച്ച് ഇസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഇവിടെ ഗ്രൗണ്ടിൽ എച്ച് 0, ബട്ട് ദർ ഇസ് എ മാക്സിമം വെലോസിറ്റി. അപ്പോൾ ഈ വെലോസിറ്റി മാക്സിമം ആണ്, മൊമെൻറ്റവും മാക്സിമം ആണ്. പിന്നെ മുകളിലോട്ട് പോകുന്തോറും വെലോസിറ്റി കുറഞ്ഞു വരും. ആൻഡ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ വെലോസിറ്റി 0, മൊമെൻറ്റം 0, ആൻഡ് ദ പാത്ത് ഇസ് എ പാരബോള. സോ ഇങ്ങനെ വരും. സോ ഈ പോയിന്റിൽ ദിസ് ഇസ് ദ മാക്സിമം ഹൈറ്റിൽ മൊമെൻറ്റം 0. പിന്നെ എന്താ പറ്റി, മാക്സിമം ഹൈറ്റ് എത്തിയിട്ട് ഡയറക്ഷൻ മാറിയിട്ട് തിരികെ വരും. അപ്പോൾ മുകളിലോട്ടുള്ള മൊമെൻറ്റം പ്ലസ് എന്ന് എടുത്താൽ താഴോട്ട് മൈനസ്, അപ്പോൾ നെഗറ്റീവ് വൈ ആക്സിസ് എടുക്കണം. സെയിം തിങ് പാരബോളിക് ഷേപ്പിൽ വരും. സോ സിമെട്രിക് ആയിട്ട് വരും. പക്ഷേ താഴോട്ട് വരുമ്പോഴത്തേക്ക് വെലോസിറ്റി കൂടി വരും. മാഗ്നിറ്റ്യൂഡ് മൊമെൻറ്റം കൂടും. ഡയറക്ഷൻ ഓപ്പോസിറ്റ് എന്നേ ഉള്ളൂ. അപ്പോൾ തിരികെ ഇങ്ങോട്ട് വരും. അതാണ് ഈ ഷേപ്പ്. അപ്പോൾ ഈ ദൂരവും സെയിം ആണ്, സിമെട്രിക് ആണ്. ക്ലിയർ? സോ ആൻസർ ചോയ്സ് 3. Alright. Next question. 14. Graph ana. Velocity time graph has the shape AMP. Shape AMP. Appa AM, what does it show? So, either time axis, either velocity. So, ആദ്യം ഇങ്ങനെ കാണിച്ചു. ദാറ്റ് മീൻസ് ടൈം കൂടുമ്പോൾ വെലോസിറ്റി കുറയണു, പക്ഷേ
സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ സ്ലോപ്പ് നെഗറ്റീവ് ആണ്, ദാറ്റ് മീൻ റിട്ടാർഡേഷൻ ആണ്. സോ വെലോസിറ്റി ഡിക്രീസിങ് ബട്ട് റിട്ടാർഡേഷൻ കോൺസ്റ്റന്റ് ബിക്കോസ് വി ടി ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. സോ ഇറ്റ്സ് എ കോൺസ്റ്റന്റ് റിട്ടാർഡേഷൻ എം വരെ. സോ ദാറ്റ് മീൻസ് ടൈമും ആക്സിലറേഷന് വരയ്ക്കുമ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ റിട്ടാർഡേഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇറ്റ്സ് ബിലോ ദ പോസിറ്റീവ് എക്സ് ആക്സിസിന് ഇത്, അതായത് ഇറ്റ്സ് അലോങ് ദ നെഗറ്റീവ് വൈ ആക്സിസ്. അപ്പോൾ ഇത് മൈനസ് എ ആണ് റിട്ടാർഡേഷൻ. ഇനി എം വരെ എത്തിയിട്ട് ദെൻ വാട്ട് ഹാപ്പൻസ്, ഇറ്റ് ഗോസ് അപ്പ്. ദാറ്റ് മീൻസ് വെലോസിറ്റി കൂടുന്നു. വെലോസിറ്റി കൂടുന്നു എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ, അഗൈൻ ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ inclined to the x-axis, that means constant acceleration. So അത് കഴിഞ്ഞിട്ട് acceleration constant. So this is the shape. തുടക്കത്തിൽ constant retardation, അത് കഴിഞ്ഞിട്ട് constant acceleration. So graph is choice 1. Acceleration versus time graph. Alright. അടുത്ത question. When a ball is dropped into a lake from a height 4.9 meter above the water level. So ഇതാണ് വെള്ളം. And a ball is dropped height 4.9. It hits the water with a velocity v. So ആ v എന്താണ്? u is 0. Dropped എന്ന് പറയുമ്പോൾ u 0. അപ്പോൾ v squared minus u squared is 2as. So v squared is equal to 2gh. ഇവിടെ 4.9 ഒക്കെ കിടക്കണോണ്ട് നമുക്ക് 9.8 എടുക്കാം into 4.9. So this is v squared. So v will be, this is what, 9.8 into 9.9. അതുകൊണ്ട് v will be 9.8 meter per second. അപ്പോൾ താഴോട്ട് വന്ന് ആ വെള്ളത്തിൻ്റെ സർഫസിൽ വന്ന് അടിക്കണ വെലോസിറ്റി 9.8 meter per second. അതിന് എത്ര ടൈം എടുത്തു എന്ന് നോക്കാം. ടൈം, അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ടൈം, time is equal to root of 2h by g, അല്ലേ? h is equal to half gt squared. So root of 2 into h 4.9, g 9.8. അപ്പോൾ മുകളിലും താഴെ 9.8, root of 1 second. അപ്പോൾ ഈ സമയം 1 second ആണ്. ഇത്രയും കണ്ടുപിടിച്ചു. ഇനി it hits the water with a velocity v and then sinks to the bottom with that same constant velocity v. ആ വിയോടെ തന്നെയാണ് അത് താഴോട്ട് വരുന്നത്. ദാറ്റ് മീൻസ് ഈ ദൂരം ഈസ് അണ്ടർ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. ആ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി നമുക്കറിയാം. ഓക്കെ, ദാറ്റ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഈസ് 9.8 meter per second. ഇറ്റ് റീച്ചസ് ദ ബോട്ടം ഓഫ് ദ ലേക്ക് 4 seconds after it is dropped. ഇതാണ് അതിൻ്റെ മെയിൻ കാര്യം. 4 seconds after it is dropped എന്ന് പറഞ്ഞാൽ മോളിൽ നിന്ന്, ആ മോള് തൊട്ട് ഈ ഇവിടെ ഇതാണ് ബോട്ടം. ദിസ് ഈസ് ദ ബോട്ടം. സോ എ തൊട്ട് ഡി വരെയുള്ള ഡിസ്റ്റൻസ് ടൈമാണ് 4 seconds. അതിന് എ തൊട്ട് ബി വരെയുള്ള സമയം ഓൾറെഡി 1 second ആണ്. അപ്പോൾ ബി തൊട്ട് ഡി വരെ വിൽ ബി 4 minus 1 3 seconds. ഇവിടെയാണ് ഇഫ് യു ആർ നോട്ട് കെയർഫുൾ യു വിൽ ഗോ റോങ്. സോ ഇനി കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഡെപ്ത് എത്ര? ഇത്. സോ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ടൈം 3. സോ വാട്ട് ഈസ് ദ ഡെപ്ത്? സോ ഡെപ്ത് ഓഫ് ദ വാട്ടർ വിൽ ബി കോൺസ്റ്റൻറ്റ് വെലോസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ ടൈം 9.8 into 3. അപ്പോൾ അതാണ് 4 എന്ന് എഴുതാൻ നല്ല ചാൻസാണ്. മോളിൽ തൊട്ട് താഴെ വരെയാണ് 4, മോളിൽ തൊട്ട് വാട്ടർ ലെവൽ വരെ 1 ആണ്. അപ്പോൾ ബാക്കി സമയം 3. സോ 9.8 into 3 എന്ന് പറയുമ്പോൾ carry to 29.4 meter. That's all. So 29.4 meter. That's the question. Okay. Next question. Drops of water. അപ്പോൾ ഇങ്ങനത്തെ കണക്ക് നമുക്ക് we know the standard result one dimensional. If u is 0 and a is a constant, ratio of the distances traveled in equal intervals of time is given by 1:3:5:7 etc. ഈ റിസൾട്ട് നമുക്കറിയാം. അതാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോണത്. ബിക്കോസ് ഡ്രോപ്സ് ഓഫ് വാട്ടർ ഫോൾ ഫ്രം ദ റൂഫ് ഓഫ് എ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ u0. പിന്നെ ഇറ്റ്സ് ഫോളിങ് അണ്ടർ ഗ്രാവിറ്റി. സോ ഇതിൻ്റെ ഈ ഈക്വൽ ടൈം ഇൻറ്റർവൽസിൻ്റെ ഈ കേസ് എടുക്കും. സോ ഇവിടെ നിന്നാണ് റൂഫ്, ഇവിടെ നിന്ന് താഴോട്ട് വീണു. ഈ ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ ഹൈറ്റ് h ആണ് 20 meter.
regular intervals of time. അതാണ് equal time intervals, regular intervals of time. The first drop reaches the ground. അപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വെള്ളം വരെയാണ്. ഇതാണ് ആദ്യത്തെ ഡ്രോപ്പ്. ആദ്യത്തെ ഡ്രോപ്പ് ഇവിടെ എത്തുമ്പോൾ ഫസ്റ്റ് ഡ്രോപ്പ് റീച്ചിങ് ദ ഗ്രൗണ്ട്. അതേ നിമിഷം അഞ്ചാമത്തെ ഡ്രോപ്പ് ഇവിടെ. ഓക്കെ, സോ 5 അവിടെ. അപ്പോൾ 4 ഇവിടെ എവിടെയോ ആണ്, നമുക്ക് എവിടെയെന്ന് അറിഞ്ഞുകൂടാ. ഇത് 4, പിന്നെ 3 ഇവിടെ എവിടെയോ ആണ്, പിന്നെ 2 ഇവിടെ എവിടെയാണ്, 1 ഇവിടെ. ക്ലിയർ? സോ ഈ ടോട്ടൽ ഹൈറ്റ് ആണ് 20. നമ്മൾ എന്താ പറഞ്ഞു? u0. അപ്പോൾ അത് 1:3. അപ്പോൾ ഈ ഡിസ്റ്റൻസ് y ആണെങ്കിൽ, ഏതാ 5 തൊട്ട് 4 വരെ ഇത് y ആണെങ്കിൽ അതാണ് ഈ 1. രണ്ടാമത്തെ അതിൻ്റെ 3 ടൈംസ്. അപ്പോൾ ഈ ദൂരം 3y, അടുത്ത ദൂരം 5y, അടുത്ത ദൂരം 7y. ഐ എം ഡൂയിങ് 1:3:5:7 etc. ഈ ടോട്ടൽ ഹൈറ്റ് ആണ് 20. സോ ഇൻ ടേംസ് ഓഫ് y, വാട്ട് ഇസ് ഇറ്റ്? y plus 3y plus 5y plus 7y. ഇതാണ് 20, which is 4, 9, 16y is 20. So what is y? 20 divided by 16. 4 5s are 24. So y is 5/4 meter. That's all. ഇനി എന്താ ചോദിച്ചിരിക്കണേ? ഡിസ്റ്റൻസ് ഓഫ് ദ സെക്കൻഡ് ഡ്രോപ്പ് ഫ്രം ദ റൂഫ്. രണ്ടാമത്തെ ഡ്രോപ്പ് എന്താ നിൽക്കുന്നത്? രണ്ടാമത്തെ ഡ്രോപ്പും റൂഫും തമ്മിലുള്ള ദൂരം, അതായത് ഈ ദൂരം എത്ര? ഇൻ ടേംസ് ഓഫ് y, വാട്ട് ഇസ് ഇറ്റ്? 5y അല്ലേ? 5y, 3y, y. So that is second drop from roof. Second drop from roof എന്ന് പറയുമ്പോൾ 5y plus 3y plus y. 5y, 3y, y. So 7, 8, 9y. And what is y? 5/4. So 9 into 5/4. 45/4. 4 ones are 4, 4 ones are 4. 11.25 meter. ഇതാണ് ആദ്യത്തെ ആൻസർ. ഡിസ്റ്റൻസ് ഓഫ് സെക്കൻഡ് ഡ്രോപ്പ് ഫ്രം ദ റൂഫ്. പിന്നെ അടുത്തത്, വാട്ട് ആർ ദ ഡിസ്റ്റൻസസ് ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് ഡ്രോപ്സ് ഫ്രം ദ റൂഫ്? അടുത്തത് തേർഡ് ഡ്രോപ്പ് ഫ്രം ദ റൂഫ്. തേർഡ് ഡ്രോപ്പും റൂഫും. തേർഡ് ഡ്രോപ്പ് എവിടെ? ഇവിടെ. തേർഡ് ഡ്രോപ്പും റൂഫും വരെ എത്ര? 3yയും yയും. സോ 3y plus y, 4y. That is 4 into 5/4. That means 5 meter. So ആദ്യത്തെ ആൻസർ 11.25, രണ്ടാമത്തെ ആൻസർ 5. ചോയ്സ് 3. All right? Clear? അടുത്ത question. A man in a balloon rising vertically with an acceleration 4.9 meter per second squared. So rising, അപ്പോൾ ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് ആദ്യം മേളിലോട്ടുള്ള വെലോസിറ്റി 0 ആണ്. എടുത്ത് പറഞ്ഞിട്ടില്ല, ബട്ട് ഇറ്റ്സ് അണ്ടർസ്റ്റുഡ്. ബലൂണ് തുടക്കത്തിൽ നിന്ന് പൊങ്ങയാണ്. അപ്പം മേളിലോ, ദാറ്റ് ഈസ് ഗ്രാവിറ്റിയൊക്കെ ഓവർകം ചെയ്തിട്ട് മുകളിലോട്ടുള്ള ആക്സിലറേഷൻ ആണ് 4.9 മീറ്റർ. ഇവിടെയും 4.9 എന്നൊക്കെ ഇടുമ്പോൾ നമുക്ക് G 9.8 എടുക്കാം. ഓക്കെ, സോ ഇനിഷ്യൽ വെലോസിറ്റി 0, upward acceleration, that means acceleration is in the direction of velocity, direction of initial velocity positive. So അത് ബലൂണിൻ്റെ കഥ പറയണം. man is inside the balloon. അപ്പോൾ ബലൂണിൻ്റെ കഥ u0 upward ആണ്, u0, and a is also plus 4.9 because it is upward. Okay, rising vertically with an acceleration releases a ball 2 seconds. So that means in 2 seconds ആ ബലൂണിന് എത്ര വെലോസിറ്റി കിട്ടി? v is equal to u plus 80. So 0 plus 4.9 into 2. 9.8 meter per second upward. Upward. So that means 2 seconds കഴിയുമ്പോൾ ഇവിടെ എവിടെയോ എത്തി. ആൻഡ് ഇവിടെ അതിൻ്റെ upward velocity ആണ് 9.8 meter per second. ആ സമയത്ത് ഒരു ബോളിനെ റിലീസ് ചെയ്തു. പക്ഷെ ബോളിനെ റിലീസ് ചെയ്താലും ജസ്റ്റ് വെൻ ദ ബോൾ കംസ് ഔട്ട് ഓഫ് ദ ബലൂൺ, ജസ്റ്റ് വെൻ ദ ബോൾ
comes out of the balloon എന്ത് പറ്റും? It has the velocity of the balloon at that instant. So just when the ball comes out of the balloon, velocity of the ball will be 9.8 meter per second upward. കാരണം ബലൂൺ മുകളിലോട്ട് പൊക്കാണ്ടിരിക്കുകയാണ്. ഇനി the greatest height above the ground reached by the ball. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന്, അതായത് എ എന്നുള്ള ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ തൊട്ട് ബി വരെ ആദ്യം കണ്ടുപിടിക്കാം, പിന്നെ ബലൂണിൻ്റെ മാക്സിമം ഹൈറ്റ് ബി എന്ന് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ എ തൊട്ട് ബി വരെയുള്ള ഹൈറ്റ് എച്ച് ആണെങ്കിൽ, അപ്പോൾ ടോട്ടൽ ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് നമുക്ക് എടുക്കേണ്ടത്, ടോട്ടൽ ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആദ്യം ബലൂൺ ട്രാവൽ ചെയ്ത ദൂരം സ്മോൾ എച്ച്, ദറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് എ ബി, പ്ലസ് മാക്സിമം ഹൈറ്റ് റീച്ച് ബൈ ദ ബോൾ. ഇതാണ് വേണ്ടത്. അപ്പോൾ എച്ച് കാണാൻ, ടു ഫൈൻഡ് എച്ച്, എ ബി പാർട്ടാണ് എടുക്കണം. എ ബി പാർട്ട് എടുക്കാൻ ഇനിഷ്യൽ വെലോസിറ്റി 0, പിന്നെ അവിടുത്തെ ആ ബിയുടെ ഫൈനൽ വെലോസിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ്, ടൈം 2 seconds മതി. ഏത് വേണമെങ്കിലും എടുക്കാമേ, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഏത് വേണമെങ്കിലും എടുക്കാം. ഇതാണ് എളുപ്പം. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു യു പ്ലസ് വി ബൈ 2 ഇൻറ്റു ടി. സോ 0 പ്ലസ് 9.8 ബൈ 2 ഇൻറ്റു ടി. 2 and 2 വെട്ടിപ്പോയി. സോ ദാറ്റ് ബിക്കംസ് 9.8 മീറ്റർ. സോ എച്ച് ഇസ് 9.8 മീറ്റർ പ്ലസ്, ഇനി മാക്സിമം ഹൈറ്റ് റീച്ച് ബൈ ദ ബോൾ. സോ വാട്ട് ഇസ് ദാറ്റ് സ്റ്റോറി? ഫ്രം ദ പോയിന്റ് ബി, ball is projected up with a velocity 9.8 meter per second. So maximum height reached by the ball എന്ന് പറയുമ്പോൾ u squared by 2g. ഏത് u? ബോളിൻ്റെ u എന്ന് പറയുമ്പോൾ 9.8. So u squared by 2g becomes 9.8 square divided by 2 into 9.8, which is ഒരു 9.8 വെട്ടിപ്പോയി. So answer 4.9 meter. So ഇവിടെ this becomes 9.8 നേരത്തെ പ്ലസ് യു സ്ക്വയർഡ് ബൈ 2g 4.9. So final answer 14.7 meter. Choice 1. Simple, but you have to be careful. Height from the ground എന്നൊക്കെ പറയുമ്പോൾ അത് ഓർത്ത് തെറ്റാതെ ചെയ്യണം. The height from the ground is asked. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ മാക്സിമം ഹൈറ്റ് മാത്രം എടുത്ത് ചെയ്യും. അതാണ്, that's a problem. Simple mistakes you will make. Okay, height from the ground ആണ് ചോദിച്ചിരുന്നത്. The greatest height above the ground. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചോ. All right. അടുത്ത question. A body is projected vertically up with a velocity u. ഇപ്പോൾ ഇവിടെ ഇത് ഗ്രൗണ്ട് ആണ്. ഇനിഷ്യൽ വെലോസിറ്റി u ആണ്. It passes through a certain point above the ground. അപ്പോൾ ഇത് എ ആണ്. ഈ certain point ബി എന്ന് എടുക്കാം. അപ്പോൾ എ നിന്ന് ബി വരെ എത്താനുള്ള സമയം t1 seconds. ഇനി the time after which the body passes through the same point during the downward journey. എന്ന് പറഞ്ഞാൽ ഇനി എത്ര സമയം കഴിഞ്ഞാൽ, അപ്പോൾ ഇനി എന്താണ് പറ്റണേ? ബോഡി ഇവിടെ ഫൈനൽ വെലോസിറ്റി 0 അല്ല. അപ്പോൾ ഇനിയും ബോഡി പോയി മാക്സിമം ഹൈറ്റ് എത്തി പിന്നെ റിട്ടേൺ ചെയ്യും അല്ലേ. മാക്സിമം ഹൈറ്റ് വിൽ കോൾ ദ പോയിന്റ് സി. പിന്നെ റിട്ടേൺ ചെയ്യും. ഇവിടുത്തെ ടൈം എത്ര? ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട്, ദാറ്റ് ഈസ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് തിരികെ ഇവിടം വരെ പോയി, ഇവിടെ വളഞ്ഞിട്ടല്ല, മാക്സിമം ഹൈറ്റ് എത്തി, വെലോസിറ്റി 0, റിട്ടേൺസ് അലോങ് ദ സെയിം പാത്ത്. ആ ടൈം എത്ര? ടൈം ആഫ്റ്റർ വിച്ച് ദ ബോഡി പാസസ് ത്രൂ ദ സെയിം പോയിന്റ് ഡ്യൂറിങ് ദ റിട്ടേൺ ജേർണി എത്ര? സോ ബി സി സി ബി എത്ര എന്നാണ് ചോദിച്ചത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ റിട്ടേൺസ് ടു ദ ഗ്രൗണ്ട് അത് ചോദിച്ചിട്ടില്ല, ഞാൻ എഴുതുകയാണ്. സോ എന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരികെ എയിൽ വന്നാൽ ആ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. സോ വാട്ട് ഇസ് ദാറ്റ്? സോ സ്റ്റാർട്ടിങ് ഫ്രം എ ആൻഡ് എൻഡിങ് ഇൻ എ ആണെങ്കിൽ, സ്റ്റാർട്ടിങ് ഫ്രം എ ആൻഡ് റിട്ടേണിങ് ടു എ, അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണെങ്കിൽ അത് വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ് ഈസ് ദ എ തൊട്ട് സി വരെ പോയിട്ട് തിരികെ സിന്ന് എയിലോട്ട് വരും. അല്ലെങ്കിൽ കുറച്ചും കൂടി ഇതായിട്ട് പറഞ്ഞാൽ എന്ന് ബി വരെ പോയി, പിന്നെ ബിന്ന് സി വരെ പോയി, പിന്നെ സിന്ന് ബി വരെ പോയി, പിന്നെയും ബിന്ന് എ വരെ പോയി. ഓൾറൈറ്റ്.
This time of flight, you know, particle initial velocity u, time taken to return to the ground 2u by g. So 2u by g ആണ് ഇത്രയും സാധനം. A തൊട്ട് B വരെയുള്ള ടൈം is given as t1 seconds. അപ്പോൾ ഇത് t1 പ്ലസ് ബി സി തൊട്ട് സി ബി വരെയുള്ള ടൈം, ഇതെല്ലാം ടൈമാണ്. ബി സി പ്ലസ് സി ബി വരെയുള്ള ടൈമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെയും ബി എ തൊട്ട് ബി വരെ t1 ആണെങ്കിൽ ബി തൊട്ട് എ വരെയും t1 തന്നെയാണ്. ഓൾറൈറ്റ്. സോ നമുക്ക് വേണ്ടത് ടൈം ഫ്രം ബി സി പ്ലസ് സി ബി. അപ്പം എന്താ വരും? 2u by g minus 2t1. That is 2 into u by g minus t1. Choice 2. It's a simple, good question. So that is the answer, choice 2. Point clear? അടുത്ത question. A body of mass m moving along a straight line covers half the distance with a speed 2 meter per second. അപ്പോൾ total distance x ആണ്. അതിൽ x/2 പകുതി ദൂരം കവർ ചെയ്യുന്ന സ്പീഡ് 2 meter per second ആണ്. ഇനി ബാക്കി പകുതി ദൂരം, ബാക്കി x/2 is covered in 2 equal time intervals. അപ്പോൾ അതിന് ഒരേ ഈക്വൽ, ഈ ടീം ആ രണ്ട് ഈക്വൽ ടൈം ഇൻ്റർവെൽസിൻ്റെ സ്പീഡ്, ഇത് v2 3 meter per second ആൻഡ് മറ്റത് 5 meter per second. ഇനി ഫൈനൽ ആവറേജ് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈക്വൽ ടൈം ഇൻ്റർവെൽസിൻ്റെ ആവറേജ് സ്പീഡിൻ്റെ ഫോർമുല നമുക്കറിയാമല്ലോ. രണ്ട് ഈക്വൽ ടൈം ഇൻ്റർവെൽസ് ആകുമ്പോൾ രണ്ടും കൂടെ കൂട്ടി ഡിവൈഡ് ബൈ 2. അപ്പോൾ എൻ്റെ അക്ഷരങ്ങളിൽ v2 + v3/2. ഇതെന്താണ്? ആവറേജ് സ്പീഡ് travel by the particle between two equal time intervals if the speeds are v2 and v3. So ividuthe average speed become 3 + 5/2, that is 8/2, that is 4. ഇനി എന്തോ കഥ കിട്ടി. സോ നമുക്കിപ്പം ആദ്യത്തെ x/2ൻ്റെ സ്പീഡ് 2 meter per second അല്ലേ? പിന്നെ രണ്ടാമത്തെ x/2 ആണ്. ഈ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആൻസർ 4 എന്ന് കിട്ടിയ. അപ്പോൾ അതിൻ്റെ സ്പീഡ് 4. ഇപ്പോൾ എന്താണ്? 2 equal distances കവർ ചെയ്യാൻ സ്പീഡ്സ് ആർ 2 and 4 അല്ലെങ്കിൽ v1 and v'. അപ്പോൾ അതിൻ്റെ ആവറേജ് സ്പീഡിൻ്റെ ഫോർമുല 2v1 v2 by v1 plus v2 അല്ലേ? അപ്പോൾ 2v1 v' ഡിവൈഡഡ് ബൈ v1 plus v2 എന്ന് പറഞ്ഞാൽ v'. സോ ഇറ്റ് ഈസ് 2 into 2 into 4 ഡിവൈഡഡ് ബൈ, രണ്ടും കൂടെ കൂട്ടണം. അപ്പോൾ 2 2s are 4, 16 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ ആൻസർ 8/3. So choice 2. Okay, that's the answer. Next one. An aeroplane flies around a square field ABCD, each side 1000 kilometers. So square field. ഓരോ സൈഡും 1000 kilometers. ഇനി സ്പീഡ്, കോൺസ്റ്റന്റ് സ്പീഡ് അലോങ് AB 250 km/h ആണ്. ഇത് ABCD. പിന്നെ സ്പീഡ് അലോങ് BC, ഇവിടുത്തെ സ്പീഡ് 500 km/h, ഇവിടുത്തെ സ്പീഡ് 200 km/h, ഇവിടുത്തെ സ്പീഡ് 100 km/h. ആവറേജ് സ്പീഡാണ്. ഡയറക്ഷൻ മാറി, വെലോസിറ്റി അല്ല. ആവറേജ് സ്പീഡ്, ബേസിക് ഫോർമുല ആവറേജ് സ്പീഡ് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സ്ക്വയർ ആണ്. 1000 into 4, 4000 കിലോമീറ്റർ ആണ്. പിന്നെ അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് കിലോമീറ്ററും ടൈം km/h ആണ്. അപ്പോൾ ആൻസർ അവറിൽ കിട്ടും. ആൻസർ ഇവിടെ അവറിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. ആവറേജ് സ്പീഡ്, സോ ആവറേജ് സ്പീഡ് km/h. ഓക്കെ. ടൈം എന്തോ ഞാൻ എഴുതിയ ഡിസ്റ്റൻസ് കിലോമീറ്ററും ടൈം ആറും. അപ്പം
speed will be kilometer per hour. So ഇവിടെ speed kilometer per hour, distance kilometer, so time you will get in hours. അപ്പോൾ average speed will be kilometer per hour. അപ്പോൾ average speed total distance by total time. So total distance 4000. Time 4 time T1 plus T2 plus T3 plus T4. Time എന്ന് പറയുമ്പോൾ distance by speed അല്ലേ, distance തന്നിട്ടുണ്ട് speed. അപ്പോൾ distance 1000, ആദ്യത്തെ സ്പീഡ് 250 പ്ലസ് 1000 ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ സ്പീഡ് 500 പ്ലസ് മൂന്നാമത്തെ ഡിസ്റ്റൻസ് 1000, അടുത്തത് 200. ഞാൻ 1000 വെളിയിൽ എടുക്കാത്തത് ഈ നമ്പേഴ്സൊക്കെ സിംപ്ലിഫൈ ചെയ്യും, അതുകൊണ്ട്. നാലാമത്തത് again distance divided by speed 100. So 1000 by 250 4 plus 1000 by 500 2, 1000 by 200 5, 1000 by 100 10. So 6 11 21 hours. Our average speed will be distance by time 4000 by 21. Okay, approximately, because answers dure approximately 4000 divided by 21 അല്ലേ, 20 എടുക്കാം, സ്ലൈറ്റ്ലി കുറവ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ കുറച്ച് ഹയർ ആണ്, ബിക്കോസ് വി ടുക്ക് ഡിനോമിനേറ്റർ ലെസ്സർ, വി ആർ ഗെറ്റിംഗ് എ ഹയർ ആൻസർ. ആക്ച്വൽ ആൻസർ ഇതിനെക്കാട്ടിയും കുറവായിരിക്കും. സോ ദാറ്റ് മീൻസ് ഇതിപ്പോൾ വർക്ക്സ് ഔട്ട് ടു ബി 200. സോ ഫൈനൽ ആൻസർ ഇസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ 200 കിലോമീറ്റർ പെർ അവർ. സ്ലൈറ്റ്ലി ലെസ്. അപ്പോൾ ഇത് വരും 190. സോ ഇറ്റ് ഈസ് 190. അല്ല, വർക്കൗട്ട് ചെയ്യേണ്ട 190 കിലോമീറ്റർ പെർ. ഓക്കെ, 21 ഡിവൈഡ് ചെയ്താൽ കിട്ടും. അപ്പോൾ അത് മെനക്കെടാതെ, ബിക്കോസ് എക്സാമിന് ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഡിനോമിനേറ്റർ കുറച്ചു, അപ്പോൾ എനിക്ക് കുറച്ച് വലിയ ആൻസർ കിട്ടണം. ആക്ച്വൽ ആൻസർ അതിനെക്കാട്ടിയും സ്ലൈറ്റ്ലി ലെസ് ആണ്. ഓൾ റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A body travels according to the law. അപ്പോൾ ഇത് ഇൻറ്റിജർ ക്വസ്റ്റ്യൻസ് ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു പി ടി പ്ലസ് ക്യൂ ടി സ്ക്വയർഡ് പ്ലസ് ആർ ടി ക്യൂ. പിയും ക്യൂ ആറിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ടി സെക്കൻഡ്സ് ആയതുകൊണ്ട് പി എസ് മീറ്റർ പെർ സെക്കൻഡ്, അങ്ങനെ എക്സ് മീറ്റർ, ഡയമെൻഷനലി ഇറ്റ്സ് ഓൾ കറക്റ്റ്. ആക്സിലറേഷൻ, so usual v, velocity at an instant dx by dt, p plus 2qt plus 3rt square. This is velocity. Acceleration dv by dt. P constant and 0 plus 2q into 1 plus 3r into 2t, 6r. Substitute 2 into q in the value 4 plus 6 into r in the value 5. അപ്പോൾ p acceleration at t is equal to 2. wait 2q ഇവിടെ തെറ്റിച്ചു. acceleration 2q ശരിയാണ്, 2q plus 6r t അല്ലേ. differentiation of p 0 constant, 2q into 1 2q, 3r into 2t, അപ്പോൾ 6rt. So 2 into q എന്ന് പറയുന്നത് 4 plus 6 r എന്ന് പറയുന്നത് 5, t 2 seconds ആണ് 2. So 8 plus 30 into 2 60. So answer 68 meter per second. Alright, integer question. അടുത്ത question. A car is traveling on a straight road. So car is traveling on a straight road. അപ്പോൾ അതിൻ്റെ സ്പീഡ് 72 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 72 into 5 by 18. 18 72 4 ആണ്, 20 meter per second. അപ്പോൾ ഇത് 20 meter per second. So car is traveling along a straight road. When the car is 250 meter from a traffic signal. അപ്പോൾ ഈ ദൂരം ഇതാണ് ട്രാഫിക് സിഗ്നൽ, ഈ ദൂരം 250 മീറ്റർ ആണ്. അപ്പോഴത്തേക്ക് ഡ്രൈവർ അപ്ലൈസ് ബ്രേക്സ്.
അപ്പോൾ BRAKES, ബ്രേക്ക് അല്ലേ, BRAKES. ഡ്രൈവർ അപ്ലൈസ് ബ്രേക്സ് പ്രൊഡ്യൂസിങ് എ റിട്ടാർഡേഷൻ. എന്നിട്ട് സോ നമുക്കിവിടെ ആദ്യം ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും ദൂരം 250 ആണ്. സോ ഈ പോയിന്റിൽ ദാറ്റ് ഈസ് അയാൾ 250 മീറ്ററിന് മുമ്പേ, സിഗ്നലിന് മുമ്പേ, സോ അറ്റ് എ അയാളുടെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്നിട്ട് റിട്ടാർഡേഷൻ ആണ് -5. ഓക്കെ, സോ ഈ റിട്ടാർഡേഷൻ ആകുമ്പോൾ വെലോസിറ്റി കുറഞ്ഞു വരൂലേ. വെലോസിറ്റി 20 തുടക്കത്തിലേ ഉള്ളൂ. അപ്പോൾ എത്ര സമയം എടുക്കും വെലോസിറ്റി കുറയാന്ന് നമുക്ക് നോക്കാം. വെലോസിറ്റി 0 ആകാൻ ടൈം എത്ര? ഫോർമുല V = U + ET. അപ്പോൾ V0 U20 പ്ലസ് -5 × T. അപ്പോൾ എന്താ കിട്ടി? 5T ആണ് 20. സോ T is 4 seconds. ഞാൻ എന്തിനാ ചെയ്ത? തുടക്കത്തെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 8 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ചോദിച്ചത്. അപ്പോൾ 8 സെക്കൻഡ് ഒരുപാട് വലിയ സമയം. അതുകൊണ്ട് റിട്ടാർഡേഷൻ 5 കൂടെ ആയതുകൊണ്ട് 4 സെക്കൻഡ് മതി വെലോസിറ്റി 0 ആകാൻ. ഓക്കെ, അപ്പോൾ ബാക്കി 4 സെക്കൻഡ് ചുമ്മാ അവിടെ നിൽക്കുകയാണ്. ബിക്കോസ് ഓൾറെഡി കാർ നിന്നു. 8 സെക്കൻഡ്സ് ആണ്. സോ ഇൻ 4 സെക്കൻഡ്സ് ആയപ്പോൾ T = 4 സെക്കൻഡ്സ് ആയപ്പോൾ ആ കാർ നിന്നു. വെലോസിറ്റി 0 ആയി. ഇവിടെ എത്തിയതേ ഉള്ളൂ. ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ എത്ര ദൂരം എത്തി? സോ അടുത്തത് in T = 4 seconds, what is the distance traveled by the car? എന്ന് പറയുമ്പോൾ U അറിയാം 20, V0 ടൈം 4, UT ½ എടുക്കാം. ഇതാണ് ഏറ്റവും എളുപ്പം ഫോർമുല, അതുകൊണ്ടാണ് ഇത് ചെയ്യണം. U + V/2 × T. U20 V0/2 × T4. അപ്പോൾ എന്താ കിട്ടി? 40 മീറ്റർ. സോ അയാൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് 40 മീറ്റർ ട്രാവൽ ചെയ്തപ്പോഴത്തേക്ക് അയാൾ വണ്ടി നിന്നു. കാർ സ്റ്റോപ്ഡ്. പക്ഷേ തുടക്കത്തിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ സിഗ്നൽ 250 മീറ്റേഴ്സ് അവേ. ഇത് കഴിഞ്ഞിട്ട് കാറ് അനങ്ങണില്ല. അപ്പോൾ 8 സെക്കൻഡ് എന്ന് പറഞ്ഞാലും 6 സെക്കൻഡ് എന്ന് പറഞ്ഞാലും ദ കാർ ഹാസ് സ്റ്റോപ്ഡ് അറ്റ് 4 seconds. സോ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ കാർ ഫ്രം ദ ട്രാഫിക് സിഗ്നൽ ആഫ്റ്റർ ദാറ്റ്? കാർ അനങ്ങണില്ലല്ലോ. അപ്പോൾ എത്ര? ടോട്ടൽ ദൂരം 250 ആണ്. 40 മീറ്റർ കവർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ എത്ര ദൂരമാണ്? 210 മീറ്റർ. ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. സോ ആൻസർ 210 മീറ്റർ. ക്ലിയർ? ബിക്കോസ് 8 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാലും 8 സെക്കൻഡ്സ് വരെ ആ കാർ ഓടിയില്ല. ബിക്കോസ് ബ്രേക്ക് അപ്ലൈ ചെയ്ത് റിട്ടാർഡേഷൻ അപ്ലൈ ചെയ്ത ഉടൻ ദ സ്പീഡ് കുറഞ്ഞിട്ട് ഓൾറെഡി കാർ നിന്നു 40 മീറ്ററിൽ. സോ ബാക്കി സമയം വെറുതെ ഇരിക്കുകയായിരുന്നു. സോ 8 സെക്കൻഡ് ചോദിച്ചാലും 5 സെക്കൻഡ് ചോദിച്ചാലും it remains at 210 meters from the signal. Point okay? அடுத்த question. A car moving with a velocity 150 km/h stops at 27 meters. അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഇൻ ദ ജനറൽ ഫോർമുല V² - U² = 2AS. നമുക്കറിയാം 0 - U². ഫൈനൽ വെലോസിറ്റി കുറയാണെങ്കിൽ റിട്ടാർഡേഷൻ ആണല്ലോ. ഇത് പഠിച്ചിട്ടുള്ളതാണ്. സോ കോൺസ്റ്റൻറ്റ് റിട്ടാർഡേഷൻ ആണെങ്കിൽ U² എസ്സും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ബാക്കിയൊക്കെ കോൺസ്റ്റൻറ്റ്. ദാറ്റ് മീൻസ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇസ് പ്രപ്പോർഷണൽ ടു ഇനിഷ്യൽ വെലോസിറ്റി സ്ക്വയർ. ഇത് തിയറിയിൽ പഠിക്കുന്നതാണ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പ്രപ്പോർഷണൽ ടു ഇനിഷ്യൽ വെലോസിറ്റി സ്ക്വയർ. അപ്പോൾ അത് വെച്ച് ഇത് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കൺവേർട്ടൊക്കെ ചെയ്യേണ്ട. അതുകൊണ്ടാണ്. സോ ഇവിടെ ഇനിഷ്യൽ സ്പീഡ് U1 150 km/h. ഇനി ഇറ്റ് സ്പീഡ് ഇസ് റെഡ്യൂസ്ഡ് ബൈ 2/3 എന്ന് പറഞ്ഞാൽ 2/3 U കുറഞ്ഞു. അപ്പം ബാക്കി എത്ര? 2/3 U കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ബാക്കി ഇനി 1/3 U ഉള്ളൂ. അപ്പോൾ U1 എന്ന് പറഞ്ഞാൽ U ഈ 150 എഴുതേണ്ട ആവശ്യമില്ല ശരിക്കും. U1 U എന്ന് എടുത്താൽ U2 2/3 ഇസ് ലോസ്റ്റ്. 2/3 U പോയി, ഇസ് ലോസ്റ്റ്. അപ്പോൾ ബാക്കി എന്താ വരും? 1/3 U. Understood? So U1 U ആയിട്ട് എടുത്താൽ U2 is only 1/3 U because its speed is reduced to നല്ല, speed is reduced by. Its speed is reduced by. By ആണ് അവിടെ most important word. Speed is reduced by. അപ്പോൾ its speed is reduced by 2/3 of the original value. So U2 എന്ന് പറഞ്ഞാൽ 1/3 U. എന്നിട്ട്
ആദ്യത്തെ ഡിസ്റ്റൻസ് ആണ് 150. S1 150 km/h. അപ്പോൾ S2 എത്ര? അപ്പോൾ രണ്ടുപേരും km/h തന്നെ വരും. ദാറ്റ്സ് ഓൾ. അപ്പോൾ U² proportional to S. S proportional to U². So S2 by S1 becomes U2 by U1 the whole square. U2 by U1 എന്ന് പറയുന്നത് 1/3 square അല്ലേ? 1/3U divided by U the whole square, 1/9. So S2 is equal to S1 by 9. ആദ്യം S1 എത്രയായിരുന്നു? 27 meter by 9. അപ്പോൾ ഇപ്പോൾ എന്താ വരും? 3 meter. So how much distance it will travel before coming to rest in meters എന്ന് പറയുമ്പോൾ ആൻസർ 3 meters. Okay? Clear? അടുത്ത question. A ball of mass 0.5 kilogram is dropped from a height of 10 meter. So ഇവിടെ വെലോസിറ്റിക്ക് മാസ് വേണ്ടല്ലോ, അപ്പോൾ മാസ് പാർട്ട് എടുക്കണില്ല. ഡ്രോപ്ഡ് എന്ന് പറയുമ്പോൾ U0, ഹൈറ്റ് 10 meter. The height at which, that is ഇവിടെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ താഴെ നിന്ന് എടുക്കണം. ഇത് എത്ര? The height at which magnitude of velocity becomes equal to the magnitude of acceleration. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി എത്ര? സോ ദാറ്റ് മീൻസ് ഈ ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ദൂരം എത്ര? അപ്പോൾ സം ലെറ്റർ സേ H1. അന്ന് H1 കണ്ടുപിടിച്ചാൽ നമുക്ക് താഴെ നിന്നുള്ള പൊക്കം കണ്ടുപിടിക്കാം. സോ ഇൻ ദ പോർഷൻ എ തൊട്ട് ബി വരെ എ ബി പോർഷനിൽ ഇനിഷ്യൽ വെലോസിറ്റി 0, താഴോട്ട് വരണോണ്ട് A is equal to plus G. We want the final velocity at B to be equal to magnitude of acceleration due to gravity. So അതിന് ഈ ദൂരം എത്ര? H1 എത്ര? V² minus U² is equal to 2AS. V² minus U² is 2AS. VB² എന്ന് പറഞ്ഞാൽ G² minus U² 0 is equal to 2 into G into H1. അപ്പോൾ H1 എത്ര? G² divided by 2G. That means G divided by 2. 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 10/2 5 meter. സോ നമ്മുടെ H1 5 meter എന്ന് കിട്ടി. ഇനി ചോദിച്ചിരിക്കുന്ന ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് എന്ന് പറയുമ്പോൾ താഴെ നിന്നുള്ള പൊക്കം. സോ ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട്. ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ Y. ടോട്ടൽ ഹൈറ്റ് 10 അല്ലേ? H minus H1. അപ്പോൾ 10 minus 5. ആൻസർ 5. സോ ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് ഇസ് 5 meter. Next question. A ball is projected vertically up with an initial velocity 50 meter per second at 0 seconds. So ആദ്യം ഒരു ബോള് അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി U1 എന്ന് പറയുന്നത് 50 meter per second ആണ്. ഇതാണ് ആദ്യത്തെ ആൾ. ഇനി രണ്ടാമത്തെ ആൾ ഇത് T=0 ആണെങ്കിൽ രണ്ടാമത്തെ ആൾ T=2 seconds. ദാറ്റ് മീൻസ് രണ്ടാമത്തെ ആൾ 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. എന്നിട്ട് അതേ വെലോസിറ്റി. സോ രണ്ടാമത്തെ ആളും അതേ വെലോസിറ്റി U2 is also 50. ഏത് നിമിഷമാണ് രണ്ടാമത്തെ ബോളും ആദ്യത്തെ ബോളും തമ്മിൽ മുട്ടണം. ഒരേ പോയിന്റിൽ നിന്നാണ് എറിയണം. ഞാൻ ഇതുപോലെ ഇങ്ങനെ AB അല്ല, രണ്ടും A തന്നെയാണ്. ഇവിടെ വരച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കാൻ വേണ്ടി രണ്ടിടത്ത് എടുത്തതേ ഉള്ളൂ. അപ്പോൾ രണ്ടുപേരും മുട്ടുമ്പോൾ രണ്ടുപേരും മുട്ടണ ഹൈറ്റ് സെയിം ആണ് അല്ലേ? ഒരേ പോയിന്റല്ലേ മുട്ടണം. രണ്ടുപേരും ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങി ഏതോ ഒരു പൊക്കത്തിൽ മീറ്റ് ചെയ്ത്. അപ്പോൾ H സെയിം ആണ്. പക്ഷെ ആദ്യത്തെ ബോള് ഫസ്റ്റ് ബോൾ ഈസ് ഇൻ ദി എയർ ഫോർ T seconds ആണെങ്കിൽ T കണ്ടുപിടിക്കണം. എങ്കിൽ സെക്കൻഡ് ബോൾ 2 സെക്കൻഡ് താമസിച്ചാണ് തുടങ്ങിയത്. 2 സെക്കൻഡ് താമസിച്ച്. അതുകൊണ്ട് സെക്കൻഡ് ബോൾ വിൽ ബി ഇൻ ദി എയർ ഫോർ ലെസർ ടൈം. എത്ര ലെസർ ടൈം? 2 സെക്കൻഡ് കുറവ്. അപ്പോൾ സെക്കൻഡ് ബോൾ ഇസ് ഇൻ ദി എയർ ഫോർ T minus 2 seconds. Understood? Because അയാൾ 2 സെക്കൻഡ് താമസിച്ചാണ് വന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്ലാസ് 7 മണി തൊട്ട് 8 മണി വരെ ആണെങ്കിൽ ഒരാൾ 7:15 വന്നിട്ട് പക്ഷെ വിടുന്നത് 8 മണിക്കാണ്. അപ്പം നമ്മളെല്ലാവരും 1 മണിക്കൂർ നിൽക്കുമ്പോൾ ഇയാൾ 15 മിനിറ്റ് കുറവേ നിൽക്കും. അപ്പോൾ ഇയാൾ 45 മിനിറ്റേ നിൽക്കും. 45 minutes. Because he is in the class for lesser time. അതേപോലെ
രണ്ടാമത്തെ ബോൾ 2 സെക്കൻഡ് താമസിച്ചാണ് വിട്ടത്. സോ ദ സെക്കൻഡ് ബോൾ ഇസ് ഇൻ ദി എയർ ഫോർ t-2 seconds. പക്ഷേ രണ്ടുപേരും മുട്ടുമ്പോൾ ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് ഇസ് ദ സെയിം. സോ ജനറൽ ഫോർമുല S is equal to ut plus half at square. മേളിലോട്ട് പോകുന്നതുകൊണ്ട് A is equal to -g. അപ്പോൾ S സെയിം ആണ്. അപ്പം രണ്ടുപേരുടെയും S സെയിം ആണ്. ആദ്യത്തെ രണ്ടുപേരുടെയും വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റിയും സെയിം ആണ്. അപ്പോൾ ആദ്യത്തെ ബോളിന് 50t മൈനസ് half at square. സോ മൈനസ് half g(t²). രണ്ടാമത്തെ ബോളിന് അതേ 50t, പക്ഷേ ടൈം എത്ര? t-2 അല്ലേ? 50 into t-2 minus half g t-2 the whole square. t കണ്ടിട്ട് tയെ കാണേണ്ടു, പിന്നെ ഒന്നും കുറയ്ക്കണ്ട. ബിക്കോസ് t is equal to 0, t is equal to 2. അപ്പോൾ കിട്ടാൻ പോണത് കറക്റ്റ് t തന്നെയാണ്. സോൾവ് ദിസ്. ബാക്കി കാൽക്കുലേഷനാണ്. സോ 50t മൈനസ് ഹാഫ് g(t²). റൈറ്റ് സൈഡിൽ ബ്രാക്കറ്റ് തുറക്കണോ? 50t മൈനസ് 100 മൈനസ് ഹാഫ് g. ആ ഭാഗം സൈഡിൽ ചെയ്യാൻ പോകണം. ഓൾറൈറ്റ്. സോ t-2 the whole square. t-2 the whole square is t² minus 4t plus 4. അപ്പോൾ മൈനസ് ഹാഫ് g ഇൻറ്റു t² മൈനസ് 4t പ്ലസ് 4 ആണ്. ഇതാണ് എവിടെ ചെയ്യാൻ പോകണം. സോ മൈനസ് ഹാഫ് g(t²), പിന്നെ മൈനസ് മൈനസ് പ്ലസ് പ്ലസ്, പിന്നെ ഈ 4 2 2, സോ പ്ലസ് 2gt. ഇനി മൈനസ് ഹാഫ് g ഇൻറ്റു പ്ലസ് 4, സോ മൈനസ് ഈ 2ഉം 4ഉം കൂടെ 2 ആയി, 2g. ക്ലിയർ? ഇനി എന്തൊക്കെ വെട്ടിപ്പോവും? രണ്ട് സൈഡിലും 50t ക്യാൻസലായി. ഇനി മൈനസ് ഹാഫ് g(t²) ക്യാൻസലായി. അപ്പോൾ തൽക്കാലം ലെഫ്റ്റ് സൈഡിലൊന്നുമില്ല. റൈറ്റ് സൈഡിൽ മൈനസ് 100 പ്ലസ് 2gt മൈനസ് 2g. നമുക്ക് t ആണ് വേണ്ടത്. അപ്പോൾ 2gt എന്ന് പറയുമ്പോഴത്തേക്ക് പ്ലസ് 100 പ്ലസ് 100 പ്ലസ് 2g. g10 അപ്പോൾ 120 is equal to 20t. അപ്പോൾ t becomes 120 divided by 20, which is 6 seconds. So t is equal to 0-ൽ ആദ്യത്തെ ആൾ തുടങ്ങി, t is equal to 2-ൽ രണ്ടാമത്തെ ആൾ തുടങ്ങി. അപ്പോൾ തമ്മിൽ മുട്ടണത് t is equal to 6-ൽ. അപ്പോൾ ആദ്യത്തെ ബോൾ വാസ് ഇൻ ദി എയർ ഫോർ 6 seconds. രണ്ടാമത്തെ ബോൾ വാസ് ഇൻ ദി എയർ only for 4 seconds. Alright. Clear? അടുത്ത ക്വസ്റ്റ്യൻ. A thief is running away on a straight road in a jeep, moving at a speed of 9 meters per second. അപ്പോൾ ഈ തീഫിൻ്റെ സ്പീഡ്, അപ്പോൾ ദാറ്റ് ഈസ് ഇത് തീഫിൻ്റെ സ്പീഡ് 9 meters per second. Policeman chases him on a motorcycle moving at a speed of 10 meters per second. So policeman in the speed 10 meters per second. രണ്ടുപേരും തമ്മിലുള്ള ദൂരം. അപ്പോൾ ഇത് പോലീസ്മാൻ ഇവിടെ എയിലാണ്, നമ്മൾ നോക്കണ നിമിഷം തീഫ് ഇവിടെയാണ് ബിയിൽ. എയും പിയും തമ്മിലുള്ള ദൂരം 100 meter. How long will it take for the policeman to catch the thief? അപ്പോൾ പോലീസ് തീഫിനെ വരെ എത്താൻ എത്ര? അപ്പോൾ രണ്ടുപേരും മൂവ് ചെയ്യുമ്പോൾ നമ്മൾ റിലേറ്റീവ് മോഷൻ എടുക്കും. സോ വി ആർ ടേക്കിംഗ് റിലേറ്റീവ് മോഷൻ. എന്നിട്ട് തീഫിനെ റെസ്റ്റിൽ കൊണ്ടുവരാം. പുട്ട് ദ തീഫ് ടു റെസ്റ്റ്. ദാറ്റ് മീൻ തീഫ് ബി തന്നെ നിൽക്കും. പോലീസ് ബി വരെ എത്താൻ എത്ര സമയം എന്ന് മാത്രമേ നോക്കണുള്ളൂ. സോ ദാറ്റ് മീൻസ് യു ആർ ഗോയിങ് ടു ടേക്ക് relative velocity of police with respect to thief. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ പോലീസ് പ്ലസ് മൈനസ് വെലോസിറ്റി ഓഫ് തീഫ്. ഇനി രണ്ടുപേരും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് വെലോസിറ്റി ഓഫ് പോലീസ് 10, തീഫ് 9. അപ്പോൾ പ്ലസ് മൈനസ് 9, അപ്പോൾ 1 meter per second. ഇനി
തീഫ് അവിടെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് റിലേറ്റീവ് വെലോസിറ്റി, റിലേറ്റീവ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ബി, ബിക്കോസ് തീഫ് അനങ്ങണില്ലല്ലോ. യു പുട്ട് ദ തീഫ് ടു റെസ്റ്റ്, വിച്ച് ഈസ് 100 മീറ്റർ. ആക്സിലറേഷൻ ഒന്നും ഇല്ല, അപ്പോൾ റിലേറ്റീവ് ആക്സിലറേഷൻ 0. ദാറ്റ് മീൻസ് ഇത് ഈ വെലോസിറ്റി വിൽ ബിക്കം കോൺസ്റ്റൻറ്റ് അല്ലേ. അപ്പോൾ കോൺസ്റ്റൻറ്റ് റിലേറ്റീവ് വെലോസിറ്റിയാണ് 1 മീറ്റർ പെർ സെക്കൻഡ്. റിലേറ്റീവ് ആക്സിലറേഷൻ ഇസ് 0. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഡിസ്റ്റൻസ് 100. അപ്പോൾ ആകെ എന്താണ്? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ 100 ഡിവൈഡഡ് ബൈ വെലോസിറ്റി എത്രയായിരുന്നു? 1. അപ്പോൾ ആൻസർ വിൽ ബിക്കം 100 seconds. So the policeman will catch the thief in 100 seconds. Okay. അടുത്ത question. 2 balls are dropped to the ground from different heights. Ground same ആണ്, പക്ഷെ രണ്ടുപേരും 2 ഹൈറ്റ്. അപ്പോൾ ഒരാൾ H1, മറ്റേ ആൾ H2. One ball is dropped 2 seconds after the other. പക്ഷെ രണ്ടുപേരും ഒരേ സമയത്താണ് എത്തുന്നത്. അപ്പോൾ നേരത്തെ ഉള്ള കണക്ക് ഐഡിയ പോലെ ആദ്യത്തെ ബോൾ T സെക്കൻഡ്സ് എടുക്കുകയാണെങ്കിൽ, ബിക്കോസ് രണ്ടാമത്തെ ആളുടെ ഹൈറ്റ് കുറവ്, അതുകൊണ്ട് അയാൾ ഒരേ സമയത്ത് എത്തണമെങ്കിൽ മറ്റേ ആൾ ലെസ്സർ ടൈം ട്രാവൽ ചെയ്യണം. അപ്പോൾ ഇത് T സെക്കൻഡ്സ് ആണെങ്കിൽ ഇത് T-2 സെക്കൻഡ്സ് ട്രാവൽ ചെയ്യും അല്ലേ. 2 സെക്കൻഡ് താമസിച്ചിട്ടാണ് രണ്ടാമത്തെ ആൾ തുടങ്ങിയത്. രണ്ടുപേരും ഒരുമിച്ച് ഗ്രൗണ്ടിലെത്തി. ഫസ്റ്റ് ബോൾ ടേക്സ് 5 seconds ടു റീച്ച് ദ ഗ്രൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ T എന്ന് പറയുന്നത് 5 seconds ആണ്. അപ്പോൾ രണ്ടാമത്തെ ബോൾ ടേക്സ് 3 seconds ടു റീച്ച് ദ ഗ്രൗണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ ഇനീഷ്യൽ ഹൈറ്റ്സ്? സോ രണ്ടുപേരുടെ U0 ആണ്. ബേസിക് ഫോർമുല S is equal to UT plus half AT squared. U0 അതുകൊണ്ട് half GT squared. H1 എന്ന് പറയുന്നത് half G T1 squared. That means half G T1 squared എന്ന് പറയുമ്പോൾ 5 squared. H2 എന്ന് പറയുന്നത് half G T2 squared, which is half G into 3 squared. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? H1 minus H2 എന്ന് പറയുമ്പോൾ half G 5 squared minus 3 squared. G 10 എടുക്കാം. half into 10 into 25 minus 9, 16. half into 10 into 16. അപ്പോൾ ആൻസർ 80. അപ്പോൾ തമ്മിലുള്ള ദൂരം 80 meters. All right? Clear? അടുത്ത question. Position of a particle moving along the x-axis, that is instantaneous, is given by x is equal to 3t minus 4t squared plus t cubed. X is in meter, t is in seconds. Average velocity. Average velocity from t is equal to 2 seconds to t is equal to 4 seconds. So at t is equal to 2 seconds, x1 ആണെങ്കിൽ തുടക്കലത്തെ, at t is equal to 4 seconds കണ്ടുപിടിക്കണം. x2 ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ x1 in x2 displacement is always a final minus initial. x2 minus x1 divided by time. 2 seconds തൊട്ട് 4 seconds വരെ. 4 minus 2. So what you have to do is x2 minus x1 divided by 2. ഇനി x1 t is equal to 2. അപ്പോൾ ഈ ഫോർമുലയിൽ in x is equal to 3t minus 4t squared plus t cubed. അപ്പോൾ ആദ്യം x1 t is equal to 2 seconds കൊടുക്കണം. x1 3 into 2 2s of 3 into t squared അല്ലേ. 3 into t 3 into t ആണ്. 3 into t minus 4 into t squared.
So 3 into 2 minus 4 into 4 plus 2 cubed, 8. Upon 6 plus 8, 14 minus 16, minus 2. Displacement ആണ് അതുകൊണ്ടാണ്. ഇനി x2, t is equal to 4 seconds കൊടുക്കും. അപ്പോൾ 3 into 4 minus 4 into 4 squared plus 4 cubed. So 12 minus 16 4s are 64 plus 64. Upper that is 12. So നമ്മുടെ x2 minus x1 എന്ന് പറയുമ്പോൾ x2 എന്ന് പറയുന്നത് 12 ആണ്, x1 എന്ന് പറയുമ്പോൾ -2 ആണ്. x2, be careful, x2 minus x1 divided by time interval 2. So 12 plus 2, 14 by 2. So answer 7 meter per second square. തെറ്റാൻ നല്ല ചാൻസ് ആണ് സൈൻ വെച്ചിട്ട്. 7 meter per second square. Okay. അടുത്ത ക്വസ്റ്റ്യൻ. A police jeep is chasing with a velocity. കള്ളനും പോലീസ് ആണല്ലോ കണക്കുകൾ അല്ലേ. Police jeep is chasing with a velocity 45 km/h. So ഇത് പോലീസാണ്. പോലീസിൻ്റെ സ്പീഡ് 45 km/h എന്ന് പറഞ്ഞാൽ 45 into 5/18 meter per second. 9 2s are 18, 9 5s are 45. 25 by 2, 12.5 meter per second. So 12.5 meter per second. ഇതാണ് പോലീസുകാരൻ്റെ സ്പീഡ്. A thief is moving in another jeep moving with the speed of, ഇത് കള്ളനാണ്, അയാളുടെ സ്പീഡ് 153 km/h. So 153 into 5/18. 153 into 5/18. 9 times 4, 9 2s are 18, 9 1s are 9, ബാക്കി 6, 9 7s are 63. അപ്പോൾ 85 by 2, 42.5. 42.5. So പോലീസിൻ്റെ സ്പീഡ്, ഐ മീൻ കള്ളൻ്റെ സ്പീഡ് 42.5 meter per second. ഇനി പോലീസ് ഫയേഴ്സ് എ ബുള്ളറ്റ് വിത്ത് എ മസിൽ വെലോസിറ്റി. മസിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആ ഗൺ അനങ്ങാതിരുന്നാൽ ആ ബുള്ളറ്റ് ഇറങ്ങി വരുന്ന വെലോസിറ്റി 180 meter. സോ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് 180 meter per second. പക്ഷേ ആ ബുള്ളറ്റ് ഫയർ ചെയ്യണ പോലീസ് വണ്ടിയിൽ നിന്നാണ്. പോലീസ് വണ്ടിക്ക് സ്പീഡുണ്ട്. അപ്പോൾ ബുള്ളറ്റ് പോണതും പോലീസ് വണ്ടി പോണതും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് ദ ടോട്ടൽ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് വിൽ ബി, ടോട്ടൽ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് വിൽ ബി അതിൻ്റെ സ്വന്തം വെലോസിറ്റി 180ൻ്റെ കൂടെ ഇറ്റ് ഈസ് ഇൻസൈഡ് ദ പോലീസ് വെഹിക്കിൾ ആൻഡ് പോലീസ് വെഹിക്കിൾ അതേ ഡയറക്ഷനിൽ പോകണം. അപ്പോൾ പ്ലസ് 12.5 meter per second. അപ്പോൾ 192.5 meter per second. നമ്മളിപ്പോൾ ഈ കോമ്പറ്റീഷനിലൊക്കെ ഈ ജാവലിൻ ത്രോ ഒക്കെ എറിയണ മനുഷ്യർ ഓടി വന്ന് എറിയണ പോലെ. അപ്പം എന്തിനാ, സോ ദാറ്റ് ആ ജാവലിൻ വിടുമ്പോഴത്തേക്ക് ദ സ്പീഡ് ഓഫ് ദ ജാവലിൻ വിൽ ബി അതിൻ്റെ ആക്ച്വൽ ഇനിഷ്യൽ സ്പീഡ് പ്ലസ് ആ ഓടണ മനുഷ്യൻ്റെ സ്പീഡും കൂടെ കിട്ടാൻ വേണ്ടി, ആ മൊമെൻറ്റും കിട്ടാൻ വേണ്ടി. സോ അതുപോലെ ടോട്ടൽ ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് ഇത്രയാണ്. ഇനി ദ വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് വിൽ സ്ട്രൈക്ക് ദ കാർ ഓഫ് ദ തീഫ്. സോ ഇതാണ്, it's going to strike the thief's car with the speed, പക്ഷേ thief is moving in the same direction. So thief വിചാരിക്കും ബുള്ളറ്റ് വന്ന് വീണ thief അനങ്ങണമെന്ന് thiefന് വിചാരമില്ലല്ലോ. So the velocity with which will strike the thief's car എന്ന് പറയുമ്പോൾ it is the velocity of the bullet as seen by the thief. As seen by thief. As seen by thief എന്ന് പറയുമ്പോൾ റിലേറ്റീവ് ആണ്. It's a velocity of the bullet പ്ലസ് മൈനസ് വെലോസിറ്റി ഓഫ് ദ തീഫ്. രണ്ടും ഒരേ ഡയറക്ഷൻ ആകുമ്പോൾ മൈനസ് എന്ന് പറയുമ്പോൾ അത് മൈനസ് തന്നെയാണ്. സോ ഇറ്റ് ഈസ് 192.5 മൈനസ് വെലോസിറ്റി ഓഫ് ദ തീഫ് എന്തായിരുന്നു 42.5. സോ 0 0 5. സോ ആൻസർ 150 meter per second. All right, that is this question. Clear?
Last one. A drunkard walking in a narrow lane takes 8 അടി മുമ്പോട്ട് 6 steps backward. 8 steps forward, 6 steps backward. അപ്പോൾ 8 മുമ്പോട്ട് 6 പുറകോട്ട് എന്ന് പറയുമ്പോൾ ഇഫക്റ്റീവ്ലി 2 സ്റ്റെപ്പേ മുമ്പോട്ട് പോകണുള്ളൂ. ഓരോ സ്റ്റെപ്പും 1 meter ലോങ് ആണ്. ദാറ്റ് മീൻസ് 8 meter forward, 6 meter backward. That means effectively 2 meter. So ആദ്യം 8 meter forward, 6 meter backward, അപ്പോൾ 2 meter. പക്ഷേ 2 meter ട്രാവൽ ചെയ്യാനുള്ള സമയം എത്ര? ഓരോ സ്റ്റെപ്പിന് 1 meter ലോങ് ആൻഡ് റിക്വയർസ് 1 second. അപ്പോൾ അയാൾ 2 മീറ്ററേ മുമ്പോട്ട് പോയാലെങ്കിലും അയാൾ ആക്ച്വലി 8 + 6 14 സ്റ്റെപ്പ് ഉണ്ടാക്കി. 8 മുമ്പോട്ടും 6 പുറകോട്ടും. ദാറ്റ് മീൻസ് ഇതിൻ്റെ ടൈം എടുത്തത് 14 seconds ആണ്. 8 + 6 14 seconds. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ആദ്യത്തെ 2 മീറ്റർ ട്രാവൽ ചെയ്യാൻ മുമ്പോട്ട് പോകാൻ 14 സെക്കൻഡ് എടുത്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. How long the drunkard takes to fall in a pit? 18 meters from the starting point. So ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടുന്ന് ഈ 18ാമത്തെ മീറ്റർ എത്തുമ്പോൾ അവിടെ ഒരു വലിയ കുഴിയുണ്ട്. 18 മീറ്റർ. അപ്പോൾ 18 മീറ്റർ എത്തണമെങ്കിൽ എന്താ പറ്റണം? ആദ്യം മുമ്പോട്ട് പോണ 8 meters ആണ്. അപ്പോൾ 10 മീറ്റർ വരെ ഇങ്ങനെ പോവും. അടുത്ത 8 മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് അയാൾ കുഴിക്കകത്ത് വീഴും. അണ്ടർസ്റ്റുഡ്? അപ്പോൾ 8 മീറ്റർ ഇങ്ങനെ പോകുമ്പോൾ ആദ്യം ഓരോ ഈ 2 മീറ്ററേ മുമ്പോട്ട് പോകണുള്ളൂ. അപ്പോൾ ആദ്യത്തെ 2 മീറ്റർ 14 സെക്കൻഡ്, പിന്നത്തെ 2 മീറ്റർ 14 സെക്കൻഡ്, അപ്പോൾ 4 മീറ്ററായി. ഇനിയത്തെ 2 മീറ്റർ 14 സെക്കൻഡ്, അപ്പോൾ ഇനിയും 6 മീറ്ററായി. 6 + 8 14 ആയല്ലോ, കുഴി ആയില്ല. ഇനിയത്തെ 2 മീറ്റർ 14 സെക്കൻഡ്, അപ്പോൾ 8 മീറ്ററായി. ഇനിയത്തെ 2 സെക്കൻഡ് ആകുമ്പോൾ 14 സെക്കൻഡ്. ഇനിയത്തെ 8 മീറ്റർ പോകുമ്പോൾ കുഴിക്കകത്ത് വീണു. അപ്പോൾ എത്രയായി? 14 5 14ഉം പിന്നെ 8 മീറ്റർ അപ്പോൾ കുഴി വീണു. അപ്പോൾ 8 സെക്കൻഡ്. പിന്നെ പുറകോട്ട് വരേണ്ടി വന്നില്ല. സോ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 14 5 എണ്ണം, പിന്നെ ഒരു 8 മീറ്റർ 8 സെക്കൻഡ്. സോ ദാറ്റ് മീൻസ് 70 + 8. സോ ആൻസർ 78 സെക്കൻഡ്. ഓക്കെ, ഇതാണ് ഡിസ്കഷൻ. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഹാവ് ഡൺ വെൽ. നേരെ ചെയ്ത് കാണുമല്ലോ. ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.